നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തൻ്റെ പുത്രനായ യേശുക്രിസ്തു ലോകത്തെ വന്ന് അവൻ ലോകത്തെ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം ദൈവം ആഗ്രഹിച്ചിരുന്നു. എല്ലാം മുട്ടും മടങ്ങി എല്ലാം നാവുവിട്ട് പറഞ്ഞ് യേശു ഇവിടെ രാജാവായി വാഴുന്ന ഒരു വലിയ പദ്ധതി ദൈവം മുൻപേ കണ്ടിരുന്നു. 2-ാം സംഗീതത്തിൽ വായിക്കും, ഞാൻ രാജാവിനെ വാഴിച്ചിരിക്കുന്നു, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ തകർക്കും അല്ലേ. അപ്പം 110 വായിക്കുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ പാതവിടമാക്കുവാൻ നീ എൻ്റെ വലത്ത ഭാഗത്ത് ഇരിക്കുക, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവയിൽ നിന്ന് നീട്ടിയിരിക്കുന്നു, നീ നിൻ്റെ ശത്രുമധ്യേ വാഴുക. റെയിൻ ഓവർ യുവർ എനിമീസ്. നോക്കണം, അപ്പോൾ ആ വലിയ യുദ്ധത്തിൻ്റെ നടുവിൽ താഴെ വായിക്കുന്നു, നിൻ്റെ ജനം നിനക്ക് സേനാ ദിവസത്തിൽ സ്വമേധ ദാനമായിരിക്കുന്നു. അപ്പോൾ ശത്രുക്കളെ പാതവീളമാക്കുന്ന രാജാതിരാജാവായ യേശുവിൻ്റെ ആ വലിയ യുദ്ധത്തിൽ നമ്മളും സ്വമേധ വോളണ്ടറിയായിട്ട് ചേർന്നിരിക്കുന്ന പട്ടാളങ്ങളാണ്. യുവാക്കളെ മഞ്ഞ് പോലെ. ഹല്ലേലൂയ. ഇവിടെ നിന്നും ഒരുപാട് ചെറുപ്പക്കാരിപ്പം ചേർന്നിരിക്കുക, ഒരു സൈന്യമായിക്കൊണ്ടിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ ഈ സിംഹാസനത്തിലേക്ക് വരാനുള്ള ആ പന്ഥാവിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ശത്രു പ്രവർത്തിക്കുകയാണ്. കാരണം യേശുക്രിസ്തു വരാൻ ഇനി കുറേ കാലങ്ങളുണ്ട്. അപ്പം അബ്രഹാമിൻ്റെ വംശാവലിയിൽ നിന്ന് ഇങ്ങനെ വന്ന് ദാവീദിൻ്റെ സിംഹാസനം വന്നു. ദാവീദിൻ്റെ സിംഹാസനമാണ് നിത്യമായി ദൈവത്തിൻ്റെ സിംഹാസനം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇറങ്ങി ഓടുക. അപ്പം എങ്ങനെ പദ്ധതി നടപ്പിലാക്കുന്നത്? അപ്പോഴാണ് ദൈവത്തിന് ഭയങ്കര ഭാരമായത്. യെശയ്യാവിനെ വിളിച്ച് ഓടിച്ചു വിടുന്നു, നീ ചെന്ന് പറ അവനോട്, നീ ഓടിപ്പോകരുത്, നീ വിഷമിക്കരുത്, ഈ സിംഹാസനം ദാവീദിന്റെ സിംഹാസനമാണ്. അങ്ങനെ പറഞ്ഞ് അവനെ ബലപ്പെടുത്തി. അടയാളം എന്ന് പറയുന്നത് ഒരു ശിശു ജനിക്കുന്നതാണ്. അപ്പോൾ യേശു ജനിക്കുന്ന കാര്യം പറഞ്ഞ് അവനെ ബലപ്പെടുത്തി. പിന്നെ യേശുവിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലെ കാര്യങ്ങളും പറഞ്ഞ് പ്രവചനാത്മാവിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടതനുസരിച്ച് അസിറിയൻ സൈന്യം വന്ന് അവരുടെ എതിരാളികളായിരുന്ന ഇസ്രായേലിനെയും സിറിയയും നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ യഹൂദ മാത്രം അവശേഷിച്ചു. നമ്മുടെ യെശയ്യാവ് പ്രവചിക്കുന്നത് കുറേ പേരുടെ കാലത്താണ്. അതിൻ്റെ ഒന്നാമത്തെ നോക്കാൻ കാണാൻ കഴിയും. ഒന്നാം വാക്യം, ആമോസിൻ്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്. ഹിസ്കിയാവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു ഈ യെശയ്യാവ്. ഹിസ്കിയാവിൻ്റെ കാലത്താണ് വാസ്തവത്തിൽ ഈ നമ്മുടെ ഇസ്രായേൽ രാഷ്ട്രത്തെയും സിറിയയും നശിപ്പിച്ചുകൊണ്ട് വന്ന ആ രാജാവ് ഇവരെ ആക്രമിച്ചു. ആരുടെ കാലത്താണത്? ഹിസ്കിയാവിൻ്റെ കാലത്താണ്. പാവം പേടിച്ചു പോയി. അവനെ വെല്ലുവിളിച്ചു, അവനെ പരിഹസിച്ചു, ഭീഷണിപ്പെടുത്തി. ലോകത്തെ എല്ലാവരെയും ഞങ്ങൾ കീഴടക്കി വരികയാണ്, പിന്നെ നീ മാത്രം നിൽക്കുന്നത് കീഴടക്കിയോ, നല്ലതാണ് നിനക്ക് പറഞ്ഞാൽ പേടിപ്പിച്ചു. ദൈവമാണ് നീ ആശ്രയിക്കുന്നെങ്കിൽ അവനെ പറഞ്ഞാൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ നീ വിചാരിക്കൊന്നും വേണ്ട, നിന്നെ വിടുവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് അവൻ പോയി മിണ്ടാതെ പറഞ്ഞു, ആരും മിണ്ടിയെന്ന് പറഞ്ഞിട്ട് അവൻ അകത്ത് പോയിരുന്ന് വസ്ത്രം കീറി കരഞ്ഞ് പ്രാർത്ഥിച്ചു. യെശയ്യാവ് വിവരം അറിയിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ആലോചന വന്നു. യെശയ്യാവ് പറഞ്ഞു, പേടിക്കണ്ട, അവനെ ദൈവം കൊണ്ടുപോയിക്കോളും. അതിന് അവസാനം പറഞ്ഞ് നിർത്തിയത്, ഇസ്രായേൽ പുത്രിയായ കന്യക നിന്നെ നോക്കി തലകുലുക്കി പരിഹസിക്കുന്നു. നീ ആരെയാണ് നിന്ദിച്ചത്? നീ ആർക്കെതിരെയാണ് നീ ശബ്ദം ഉയർത്തിയത്? നിന്നെ ചൂണ്ടിയിട്ട് കൊണ്ടുപോകും. അങ്ങനെ അന്ന് രാത്രി തന്നെ അവരുടെ സൈന്യത്തിൻ്റെ നായകന്മാർ കൊല്ലപ്പെടുകയും രാജാവ് ഓടി നിലവിലേക്ക് പോവുകയും അവൻ്റെ മക്കൾ തന്നെ അവനെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ചരിത്രം അവസാനിച്ചു. അപ്പോൾ ലോകൈക സാമ്രാജ്യമായി ഉയർന്ന ഒന്നാമത്തെ അസിറിയൻ കിങ്ഡം ഓഫ് അസിറിയ, ആ എംപയർ അത് പൂർണ്ണമായി ഇല്ലാതാക്കി. ഒരുത്തൻ്റെ പ്രാർത്ഥന വേണ്ട. ശ്രദ്ധിക്കണേ, ഒരൊറ്റ വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ട് ഒരു സാമ്രാജ്യം തകർന്നു പോയി. ലോകൈക സാമ്രാജ്യമായിട്ട് രാജ്യങ്ങളെ കീഴടക്കി വന്ന ആ മഹാസാമ്രാജ്യം പൂർണ്ണമായും നിലം പൊത്തി. പ്രാർത്ഥന ശക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ രാവിലെ പറഞ്ഞു, ഹെരോദാവിൻ്റെ കുടുംബത്തിന് പേര് പറിച്ചെടുത്തു. സഭയുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ചെയ്യണം. ഇന്ത്യയിലെ പൈശാചിക കോട്ടകൾ ഇടിഞ്ഞു വീഴണം, സ്ട്രോങ് ഹോൾസിനെ പറിച്ചെടുക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് കഴിയും. നോക്കുക, പക്ഷെ പ്രശ്നം നമുക്കറിയാമെന്താണെന്ന്. അസ്തരിയൊക്കെ ഒതുങ്ങിപ്പോയി. ഈ ബലഹീനരായ പാപികളായ യഹൂദന്മാരെ പിന്നെയും പാപിച്ചു. ദൈവത്തിൻ്റെ വിഷമം നോക്കണേ. ദൈവം പിന്നെയും അനേകരെ അയച്ച് പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്യരുത്, നിൻ്റെ സഹോദരിയായിരിക്കുന്ന ആ ഇസ്രായേൽ തെറ്റിയത് വന്നത് നിനക്കറിയാമല്ലോ, നിനക്ക് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രയോജനമുണ്ടായില്ല. അവസാനം ദൈവം പറഞ്ഞു, ഞാൻ നിന്നെയും ശിക്ഷിക്കാൻ പോവുക. ഞാൻ നിന്നെ 7 വർഷത്തേക്ക് എവിടെയായിരിക്കും? ബാബിലോണിലായിരിക്കും. അങ്ങനെ ബാബിലോൺ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഏൽപ്പിച്ചു. അപ്പോൾ അസിറിയൻ സൈന്യം ലോകത്ത് വന്നത് ദൈവഹിതമായിരുന്നില്ല എന്ന് ദൈവഹിത പ്രകാരമാണ് ബാബിലോൺ രാജ്യം വന്നത്. അങ്ങനെ ബാബിലോൺ രാജാവ് വന്ന് ഇസ്രായേൽ മക്കളെ അവരെ ബന്ദികളാക്കി, കുറേ പേരെ കൊന്നുകളഞ്ഞു, അവരുടെ ആലയമെല്ലാം ചുട്ടുകരിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ യെശയ്യാവ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ശ്രദ്ധിക്കണേ, അതാണ് ഏറ്റവും മനോഹരം. പ്രവാസി പോകുന്നതിനൊക്കെ ഒത്തിരി മുമ്പ് തന്നെ യെശയ്യാവ് പറഞ്ഞിരുന്നു. അസ്സീറിയ സൈന്യം വരുന്ന കാര്യം പറഞ്ഞു, പിന്നെ ബാബിലോൺ വരുന്ന കാര്യം പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞ് മശിഹ വരുന്ന കാര്യം പറഞ്ഞു, സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പറഞ്ഞു. എല്ലാം മുന്നമേ ഈ ദേവദാസൻ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 40-ാമത്തേക്ക് വരാം. ഞാൻ ഓടിച്ചു പോകാം. 40-ാം അധ്യായത്തിൻ്റെ നമുക്ക് ഒത്തിരി ആത്മീയ അനുഗ്രഹം പകരുന്ന ദൈവവചന ചിന്തകളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ധാരാളം വായിച്ച് ബലപ്പെട്ട ചിന്തകളാണ് ഞാൻ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. 39-ാം അധ്യായം 5-6. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു. അപ്പോൾ അസ്സീരിയൻ സൈന്യത്തെ ഒഴിവാക്കി വിജയശ്രീലാളിതീർന്ന ഹിസ്കിയാവിന് ഇപ്പോൾ നേടാൻ പോകുന്നത് ആ രാജ്യത്തെ നശിപ്പിക്കുവാൻ, അവരെ പ്രവാസം കൊണ്ടുപോകാൻ വേണ്ടി ബാബിലോണിയ രാജാവ് വരുന്നുണ്ട്. അത് പ്രവചനത്തിലൂടെ അവിടെ അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട്. യെശയ്യാവ് കാര്യം അറിയിച്ചു. എന്നിട്ട് 40-ാം വാക്യം വായിച്ച്, എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ. ദൈവത്തിന്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കണം. ഇവരെ ശിക്ഷിച്ച് അയക്കാൻ പോകുമ്പോഴും തൊട്ട് പിന്നാലെ ഹൃദയം പിടയുക ദൈവത്തിന്റെ. എടാ നീ അങ്ങനെ നിർത്തിക്കളയരുത്, അവരെ എന്ത് ചെയ്യണം? ഒന്ന് ആശ്വസിപ്പിക്കണം. 3.5 വർഷത്തെ തന്നെ ദൗത്യം കഴിഞ്ഞ് കർത്താവ് പോകാൻ പോവാം. ശിഷ്യന്മാർ വിളിച്ചു വരുത്തി അവസാനത്തെ വിടവാങ്ങൽ സന്ദേശമാണ്. കർത്താവ് ക്രൂശ് മരിക്കാൻ പോവാ. അപ്പോൾ പറയുക, മക്കളെ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോയിരുന്നു. നോക്കണേ, കർത്താവിൻ്റെ ഹൃദയത്തിന് കലക്കമൊന്നുമില്ല. നിങ്ങൾ ഹൃദയം കലങ്ങരുത്. ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ ഒരിക്കലും അനാഥനായി വിടുകയില്ല. ഞാൻ പോയാൽ മറ്റൊരാളിനെ ഇങ്ങോട്ട് അയക്കും. ഞാൻ കൂടെ ഉണ്ടെങ്കിലും എന്നാൽ അവൻ നിങ്ങളിലിരിക്കും. നിങ്ങൾ വിട്ട് ഒരിക്കലും പിരിഞ്ഞു പോകത്തില്ല. അത് ദൈവത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. പോകട്ടെ, 40 നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനിയും 45-ലേക്കൊന്ന് വരാം. 45-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ച് 44 കൊണ്ട് വായിക്കും. 44-ാം അധ്യായത്തിൻ്റെ തൊട്ട് മുകളിൽ ഒരു 26 മുതൽ വായിച്ച്. നാം തമ്മിൽ വ്യവഹരിക്കാം. 44-ാം അധ്യായം 26 മുതൽ. ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും. ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും. യെശയ്യാവ് എഴുതുന്നത് 200 വർഷം മുമ്പാ. ഇത് പ്രവചിച്ച പുള്ളി പറയുകയാണ്, നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയാലും വീണ്ടും ദൈവം എന്ത് ചെയ്യും? മതിൽ പണിയും, ആലയം പണിയും, നഗരം പണിയും. അതാ ദൈവത്തിൻ്റെ ഹിതം അല്ലേ? പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം നമുക്ക് വേണ്ടി രക്ഷകനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും ലോകസ്ഥാപനം മുതൽ ആർക്കപ്പെട്ടവനും. നോക്കണേ, അപ്പം ദൈവത്തിന് അറിയാൻ നമ്മൾ തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് മുന്നമേ തന്നെ നമുക്ക് വേണ്ടി രക്ഷകനെ ഒരുക്കി വെച്ചു. കൃപയാലെ ദൈവം ക്രിസ്തുവിലെന്നെ കണ്ടു യുഗങ്ങൾക്ക് മുന്നേ. അന്നേ ബലിയാകാൻ ദൈവ കുഞ്ഞാളിനെ കരുതിയെനിക്കായവൻ. ഓ, ചെറിയ സാറിൻ്റെ പാട്ടാണിത്. അന്നേ ബലിയാകാൻ ഒരു കുഞ്ഞാളിനെ അവൻ കരുതി വെച്ചു. ഞാൻ എൻ്റെ കർത്താവിൻ സ്വന്തം സ്വരക്തത്താൽ താൻ എന്നെ വാങ്ങിയതാൽ നേതോ നീ എന്നെ തൻ മകനാക്കി തീർത്തൊരു സ്നേഹം മറക്കാവതോ. ഇവിടെ പറയുന്നത് യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും എന്നും പണിയപ്പെടുമെന്നും ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ. പഴയ നിയമത്തിൽ ഇപ്രകാരം ദൈവം വളരെ അത്ഭുതകരമായ നിലയിൽ തന്റെ ദൗത്യം പൂർത്തീകരിച്ചെങ്കിൽ ഇന്ന് എത്ര അധികം ചെയ്യും പ്രിയമുള്ളവരെ. നമ്മളെ ചോരയുടെ വിലയാ. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവൻ രക്തം ചിന്തി വിലയ്ക്ക് വാങ്ങിയ നമ്മളെ കുറിച്ച് അവന് വലിയ പദ്ധതിയുണ്ട്. ഒരിക്കലും അതിന് വിക്രം വരികയില്ല. ഇവരെ പ്രവാസത്തിൽ പോയാലും അവരെ മടക്കി വരുത്തും. ഏറ്റവും വലിയ ലോകത്തിലെ പല അത്ഭുതങ്ങളൊന്നായിരിക്കുന്ന ഒരു പട്ടണമായിരുന്നു ബാബിലോൺ. അങ്ങനെയുള്ള മഹാനഗരത്തിൽ കൊണ്ടുപോയി പ്രവാസം അയക്കുന്നവരെ സംബന്ധിച്ച് എന്ത് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്? എങ്കിലും ദൈവം മുന്നമേ പറഞ്ഞു, ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുവരും. അതിനുവേണ്ടി അവൻ ചില കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കുക, അതിൻ്റെ 27-ാം വാക്യം മനോഹരമാണ്. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക, നദികളെ ഞാൻ വറ്റിച്ചുകളെന്ന് കൽപ്പിക്കുന്നു. കോരശന്റെ ഇടയൻ അവൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിനനുസരിച്ച് വിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു.
ഈ വാക്കുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഇവർ ചരിത്രം പഠിക്കുകയല്ല, ദൈവത്തിൻ്റെ കരുതലാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അതൊരിക്കലും പാഴായി പോയില്ല. അതിനെ തടയാൻ ആർക്കും കഴിയുന്നില്ല. ഹല്ലേലൂയ. ഈ സഭയെക്കുറിച്ച്, ദേവദാസന്മാരെക്കുറിച്ച്, ഈ ദേശത്തെക്കുറിച്ചുള്ള പദ്ധതിക്ക് ഒരിക്കലും മാറ്റം വരാൻ പോകുന്നില്ല. നമ്മുടെ രാജ്യം വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും, സംശയമില്ല. ആർക്കും തടയാൻ പറ്റില്ല പ്രിയമുള്ളവരെ. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, നിശ്ചയമായിട്ടും ഈ ആലയം അടിസ്ഥാനപ്പെടപ്പെടും, ഈ പട്ടണം പണിയപ്പെടും. അതിനുവേണ്ടി എൻ്റെ ഇടയൻ, ആരാണത്? കോരശ്. 45 അധ്യായത്തിലേക്ക് വരാം. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട്, എൻ്റെ ഇടയനായ കോരശ്, എൻ്റെ അഭിഷിക്തനായിരിക്കുന്ന കോരശ്. അപ്പം ദൈവത്തിൻ്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി ഇടയനെ പോലെ അയക്കപ്പെട്ട ഒരു മനുഷ്യൻ, അതുപോലെ ദൈവത്തെ ദൗത്യം നിർവഹിപ്പാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ദേവദാസൻ. ആരാണിത്? കോരശ്. ഇവനാരാ? ഒരു പുറജാതിക്കാരനാ, യഹൂദനല്ല. ശ്രദ്ധിക്കണം, ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയും. ഇസ്രായേൽ ഒറ്റ വ്യക്തി പോലും ഇല്ലാതെ വന്നാലും അവൻ അത്ഭുതം പ്രവർത്തിക്കും പോലെയുള്ളവര്. യോഹന്നാൻ പറഞ്ഞില്ലേ, അബ്രഹാം അപ്പൻ നിങ്ങൾ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, അപ്പോൾ വേണമെങ്കിൽ കല്ല് മക്കൾ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവമക്കളെ ഓർത്ത് നിങ്ങൾ വിളിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ അഭിഷിക്തനായിരിക്കുന്ന കോരശോട് പറയുന്നു, നീ അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ. യെസ്. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിന്റെ ഗുണം കൊണ്ടല്ല, എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഓർക്കണമേ, 200 വർഷം മുമ്പ് യെശയ്യാവ് പറയുകയാണ്, കോരശ് എന്ന് പറയുന്ന ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അവൻ ജനിച്ചിട്ടില്ല, 200 വർഷം ഞാൻ ജനിക്കുന്നത്. എന്തെങ്കിലും പറയാൻ കാരണം ദൈവത്തിന്റെ കരുതലാണ്. എനിക്കിത് ചിന്തിക്കും ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. എത്ര നല്ലൊരു കർത്താവാണ്. നമ്മൾ ഓരോ ചലനം പോലും അറിയുന്നവനാ, സ്പന്ദനം അറിയുന്നവനാ. തന്റെ ജനത്തിന് സംഭവിക്കുന്ന എന്തർത്ഥമാണെങ്കിലും അവൻ ഒരിക്കലും മാറുന്നവനല്ല. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ ഉല്ലസിച്ചാട്ടെ. ഒരിക്കലും പിരിയാത്തൊരു നല്ല കർത്താവ്, വാക്കുമാറാത്തൊരു കർത്താവ്. ഈ ജനം ഒരിക്കൽ ദൈവത്തെ വിട്ട് പിന്മാറി ശിക്ഷിച്ചവരെ അകന്നു പോകേണ്ടി വന്നാലും അവരെ മടക്കി വരുത്താൻ വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. നമുക്ക് ഇന്ന് അല്പസമയത്ത് വിശ്വാസത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ ഒരുത്തനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ആത്മാവിൽ ഉല്ലസിക്കുക. നമുക്ക് വേണ്ടി അവൻ എന്തും പ്രവർത്തിക്കുന്നവനാ, അവൻ എന്തും ചെയ്യുന്നവനാ. അവൻ താമ്ര കഥകളെ തകർത്ത് ഇരുമ്പ് ഓടാമ്പളെ മുറിക്കുന്നവനാ. ഹല്ലേലൂയ. നോക്കുക, ആടികളെ അവന് ഉണങ്ങിപ്പോകാമെന്ന് കൽപ്പിക്കുന്നവനാ, അതിലെ പറ്റിക്കുന്നവനാ. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. ഇതറിയാമോ? ബെൽഷസ് എന്ന് പറയുന്ന നെബൂഖദ്നേസറിന്റെ മകൻ രാജാവായ സമയത്ത് അവൻ അഹങ്കാരിയായി, അവൻ അപ്പൻ അഹങ്കാരം കാണിച്ച് പുല്ല് തിന്നു, മൃഗത്തെ പോലെയൊക്കെ കാട്ടിപ്പാർത്തു. അവസരം റിപ്പൻറ്റ് ചെയ്ത് തിരിച്ചു വന്നു. ഇതൊന്നും വകവെക്കാതെ ഈ ബാബേൽ രാജാവായ ബെൽഷസർ ചെയ്ത കാര്യം അറിയാമോ? അവന് വലിയ വിരുന്ന് കഴിച്ചു. എല്ലാവരും വിളിച്ചു കൂട്ടി, പ്രഭുക്കന്മാരെ വിളിച്ചു കൂട്ടി, വെപ്പാണ്ടവരെ വിളിച്ചു കൂട്ടിയിട്ട് മദ്യപിച്ച് ലഹരി പിടിച്ചിട്ട് എന്താ ചെയ്തത്? ദൈവത്തിൻ്റെ ആലയത്തിലെ ഉപകരണം കൊണ്ട് അത് വീഞ്ഞു പോകാൻ ഒരുമിച്ച് കുടിച്ചിട്ട് രസിച്ചിരിക്കുമ്പോൾ എന്തു പറ്റി? കോരശ് എന്ന് പറയുന്ന ഈ പേർഷ്യൻ രാജാവും മറ്റൊരു മേദ്യ രാജാവും കൂടി ചേർന്നിട്ട് ഇവരെ ആക്രമിക്കുന്ന രംഗമാണ്. ഹിസ്റ്ററി പഠിച്ചു നോക്കണം. അപ്പം ഈ ബാബിലോൺ പട്ടണത്തിൻ്റെ ചുറ്റും വെള്ളം ഒഴുകുന്നുണ്ട്. ആ വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. വെള്ളം ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ വലിയ ഈ താമ്ര കഥകൊണ്ട് ഇരുമ്പ് ഓടാമ്പലുണ്ട്, കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ ലഹരി പിടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റി? ഇത് കൂട്ടാൻ മറന്നുപോയി. ഇരുമ്പ് ഓടാമ്പലുകളും താമരക്കതും തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വെള്ളമില്ലേ, ഇവരെ ബുദ്ധിപൂർവ്വം ഈ ഈർപ്പള്ളി നദി വെള്ളം വെട്ടി തിരിച്ച് വേറെ വിട്ടു. വെള്ളം കുറച്ച് താണപ്പോൾ പതുക്കെ പട്ടാളം കൊണ്ട് കയറി ചെന്നപ്പോൾ ഇരുമ്പ് ഓടാമ്പലുമില്ല, താമര കഥവില്ല. അകത്ത് കയറി അന്ന് രാത്രി ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. അന്ന് രാത്രി ഹല്ലേലൂയ, ബാബിലോൺ സാമ്രാജ്യം അവസാനിച്ചു. ദാനിയേൽ പറഞ്ഞില്ലേ, എഴുത്ത് കണ്ടില്ലേ നീ? അഹങ്കാരം കൊണ്ട് ദൈവത്തിന്റെ വിരൽ എഴുതി വെച്ചു, മേനെ തെക്കിൽ ഉഫർസിന്ന്. അവൻ വ്യാഖ്യാനിച്ചു, നിന്റെ രാജ്യത്വം എണ്ണി അത് അവസാനിച്ചിരിക്കുന്നു. അന്ന് രാത്രി ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. നോക്കണേ, നീ മക്കളെ 200 കൊല്ലം മുമ്പ് ദൈവം പ്ലാൻ ചെയ്തതാ.
നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഭാരത മണ്ണിൽ ദൈവത്തിൻ്റെ ചോരയുടെ വിലയായിരിക്കുന്ന ദൈവസഭയെ തടയാൻ, തടസ്സപ്പെടുത്തുവാൻ, ഇരുമ്പ് പൂട്ടുവാൻ, താമരക്കകത്ത് അടയ്ക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും അതെല്ലാം തകർക്കുവാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതിനുവേണ്ടി അവൻ ചില എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോയാ ഒരുമിച്ച് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ മാറ്റിയിട്ട് അനുകൂലമാക്കാൻ കഴിയുന്നൊരു കർത്താവ് നമ്മുടെ കർത്താവ്. ഇവിടെ വായിക്കുന്നത് ഇതെല്ലാം അവൻ ചെയ്യാനിടയായിരുന്നു. ഞാൻ ആ ചരിത്രം അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുക. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യം അവസാനിച്ചു. പേർഷ്യൻ രാജ്യം, പേർഷ്യ മാത്രമല്ല മേദ്യ പാർസ്യ സാമ്രാജ്യം ആരംഭിച്ചു. ആ രാജാവാണ് ആര്? കോരശ്. പിന്നെ രണ്ട് കാര്യം സംഭവിച്ചു. കോരശ മുഖാന്തരം കോരശിനെ ദൈവം പേർഷ്യനെ വിളിച്ച് അഭിഷേകം ചെയ്ത് അവനോട് ദൈവം ചെയ്തത് കൊണ്ട് അവൻ നന്ദി കാണിച്ചു. അവന് രണ്ട് കാര്യം ചെയ്തു. ഒന്നാം പ്രഖ്യാപിച്ചു, 127 രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു, യഹോവയായ ദൈവമാണ് സാക്ഷാൽ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം കൽപ്പിക്കുന്നു അവന്റെ നാമത്തിലുള്ള ആലയം പണിയണമെന്ന്. ഹല്ലേലൂയ. ഓർക്കണം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആലയം പണിയുവാൻ രാജാക്കന്മാരുടെ മനസ്സിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആത്മാവ് ഞാൻ ഉല്ലസിച്ച് പറയുക, ദൈവത്തിന് ആലയമാണ് സഭയെ പണിയുവാൻ അവൻ പോകുകയാണ്. അതിന് തടയുവാൻ ആർക്കും കഴിയുകയില്ല. ഒരു ആലയം നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ആലയം പണിയുവാൻ അവന് ശരി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുകയാ. ഹല്ലേലൂയ. ഞാൻ ബിൽഡിംഗ് അല്ല പറയുന്നത്, ഞാൻ സഭയെ പണിയും. നോക്കുക, അങ്ങനെ ഈ കോരശ മുഖാന്തരമാണ് കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടത്. നമുക്കറിയാം ദാനിയേൽ സമകാലികനായിരുന്നു. ദാനിയേലും ഇവരും തമ്മിൽ ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ എന്തായാലും കോരശ കൽപ്പന പുറപ്പെടുവിക്കുകയും അങ്ങനെ പുറപ്പെടുകയും ചെയ്തു. ഇനി ഒരു കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം. ഈ യഹൂദ രാജാക്കന്മാരെല്ലാം പിന്മാറിപ്പോയി. പ്രവാസത്തിൽ പോകുമ്പോൾ വാസ്തവം പറഞ്ഞാൽ ആരുമില്ല സിംഹാസനത്തിരിക്കാനായിട്ട്. യഹോയാക്കീം എന്ന് പറയുന്ന രാജാവുണ്ടായിരുന്നു. അവൻ മഹാദോഷിയായ മനുഷ്യനായിരുന്നു. പിന്നെ അവന് പിന്നാലെ കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. യഹോയാക്കീം അല്ലെ യൊക്കന്യ എന്ന് പറയുന്ന ഒരു രാജാവിനെ പിടിച്ചുകൊണ്ട് പോയി അവനെ കുറേ കാലം ബാബിലോണിൽ പാർപ്പിച്ചിരുന്നു. ആ നെബൂഖദ്നേസർ രാജാവ് മരിച്ചു കഴിഞ്ഞ് അവൻ്റെ മകൻ വന്നപ്പോൾ ഇവനെ റിലീസ് ചെയ്തു. ഇവനെ രാജകീയ ഭക്ഷണവും താമസവും എല്ലാം കൊടുത്ത് അവനെ ആദരിച്ചു. അവൻ്റെ കൊച്ചുമകനായിരുന്നു സെരുബ്ബാബേൽ. നിങ്ങൾ പഠിക്കണം, മത്തായിലേക്ക് വരണം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മശിഹ ജനിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് പ്രിയമുള്ളവരെ. മശിഹ വന്ന് ഭൂമിയെ ഉദ്ധരിച്ച് സഭയെ പണിയുന്ന പ്രക്രിയയെ തടയാൻ ആരെല്ലാം ശ്രമിച്ചാലും അതിനെ തകിടം വച്ചിട്ട് പ്രവർത്തിപ്പാൻ കർത്താവ് മതിയായവനാ. നമുക്കിന്ന് ഈ കണ്ടംപററി ആയിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തടസ്സങ്ങളൊന്നും അവന് കാര്യമല്ല. എല്ലാത്തിനും മറ്റൊരു കഴിവുള്ള കർത്താവാണ്. അവൻ അസാധ്യം സാധ്യമാക്കുന്നവനാ. ഒന്നുകൂടെ ഉല്ലസിച്ചാട്ട് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സഭയെ തകർക്കാൻ വേണ്ടി ഹെരോദാവ് കൽപ്പന പുറപ്പെടുവിച്ച് യാക്കോബിനെയും കൊന്ന് പത്രോസിനെയും കൊന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ തൊട്ടു പിന്നാലെ സഭ പെരുകുക. അടുത്ത അധ്യായത്തിൽ മിഷണറി യാത്ര ആരംഭിക്കുക. ഏഷ്യയിലേക്ക്, യൂറോപ്പിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് മടങ്ങി വരാൻ നമുക്ക് ഇവിടെ ഈ കോരശ് രാജാവ് മുഖാന്തരം അവർ മടങ്ങി വരുന്നു. അതിനെ വേണ്ടി മുൻകൈ എടുത്തത് ആരാണ്? സെരുബ്ബാബേൽ. സെരുബ്ബാബേൽ എന്ന് പറയുന്ന ആള് വാസ്തവത്തിൽ എങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാസികാലത്ത് ജനിച്ചൊരു മകനാണ്. ബന്ദിയായി കൊണ്ടുപോയ ആ യഹോയാക്കീൻ എന്ന് പറയുന്ന ആ രാജാവിൻ്റെ മകനാണ് അവനെ ദൈവം സൂക്ഷിച്ചു കൊണ്ടുവന്ന് അവനാണ് ആലയം പണിയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇനിയും ചില വിഷയങ്ങൾ പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. 2-3 കാര്യങ്ങൾ ആദ്യം പറയാം. നമുക്ക് 47-ാമത്തിലേക്ക് വരാം. 47-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ബാബേൽ പുത്രിയായ കന്യകേ, ഇറങ്ങി പൊടിയിലിരിക്ക. കൽദയ പുത്രി, സിംഹാസനം കൂടാതെ നിലത്തിരിക്ക. നിന്നെ ഇനി തന്വങ്കി എന്നും സുഖഭോഗിനി എന്നും വിളിക്കയില്ല. തിരികല്ലെടുത്ത് മാവ് പൊടിക്ക. നിന്റെ മൂടുപടം നീക്കുക. വസ്ത്രാന്തം എടുത്ത് കുത്തി തുടമറയ്ക്കാതെ. ഈ ഭാഷയൊക്കെ രസകരമായ കാര്യമാണ്. വളരെ ഷാർപ്പായ വചനങ്ങളാണ്. ഈ യെശയ്യാവിൻ്റെ ഈ പുസ്തകത്തിലെ ഓരോ പദപ്രയോഗങ്ങളും വളരെ മൂർച്ചയിലെ വാള് പോലെയാണ്. പ്രവാസി ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് പറയുകയാണ്, 1 ബാബിലോണിനെ ശാസിക്കുന്നു, 2 സിയോനിനെ ഉത്സാഹിപ്പിക്കുന്നു. ഞാനത് വായിക്കാം. ബാബേൽ പുത്രിയായ കന്യകേ, ഇറങ്ങി പൊടിയിലിരിക്ക. കൽദയ പുത്രി, സിംഹാസനം കൂടാതെ നിലത്തിരിക്ക. 47-ന്റെ 1 ഡിസ്പ്ലേ ചെയ്യാം. Come down and sit in the dust, O virgin daughter of Babylon. Sit on the ground without a throne, O daughter of Chaldeans. For you shall no more be called tender and delicate. അപ്പോൾ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ്, കൽദയ പുത്രിയായ കന്യകേ, ബാബേൽ പുത്രിയായ കന്യകേ, നീ ഇറങ്ങി. അതിൻ്റെ വാക്ക് എങ്ങനെ? സിംഹാസനം ഇരിക്കാതെ താഴെ ഇറങ്ങണമെന്നാണ്. നീ സിംഹാസനം കൂടാതെ നിലത്തിരിക്കുക. ആത്മാവിൽ നിന്ന് ഉല്ലസിക്കാൻ പറ്റുമോ?
ഹല്ലേലൂയ. ഇന്ന് സിംഹാസനത്തിലിരിക്കുന്ന ആരാണ്? കൽദയപുത്രിയ. ലോകത്തെ ഭരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായ ദൈവമക്കൾ താഴെ കിടക്കുമ്പോൾ ഈ കൽദയപുത്രിയായ പൈശാചിക സ്വാധീനമുള്ള ഈ ജാതീയ ആ കന്യക കയറി സിംഹാസനത്തിലിരിക്കുക. ആത്മാവ് നമുക്ക് നിത്യം ചെയ്യാം. ഇത് സ്പിരിച്വൽ വാർഫെയർ ആണ്. നമുക്ക് ആത്മാവിൽ പറയാം, നീ ഇവിടെ ഇരിക്കാൻ യോഗ്യയല്ല, ഇറങ്ങുതാഴെ. പട്ടണങ്ങളെ കൈവശമാക്കി, ദേശങ്ങളെ കൈവശമാക്കി, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിലെ ശക്തികൾ, ദുഷ്ടാത്മസേനകളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പറയാം, ഇറങ്ങുതാഴെ. ഹല്ലേലൂയ. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ശക്തികളെയും കർത്തങ്ങളെയും കാൽക്കീഴാക്കിയ രാജാധിരാജാവ് യേശുവിന്റെ നാമത്തിൽ താഴെ ഇറങ്ങ്. പറഞ്ഞാലേ എറണാകുളത്തെ ശക്തികൾ താഴെ ഇറങ്ങാൻ പറ. ഹല്ലേലൂയ. നിനക്ക് സിംഹാസനം ഇല്ല ഇവിടെ. നിന്റെ സ്ഥലം എവിടെന്നറിയാമോ? നിലത്തായിരിക്കേണ്ടത്. നീ പറയാ, ആത്മാവിൽ പറ. നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളി കൊടുക്കുന്ന പിശാചിനോട് പറ, നീ താഴെ ഇറങ്ങ്. ഓ, നീ അല്ല ഇവിടെ ഇരിക്കേണ്ടത്. നിനക്കിവിടെ അധികാരമില്ല. നീ സിംഹാസനിക്കാൻ നീ അർഹതയുള്ള വ്യക്തിയല്ല. നീ തോറ്റവനാണ്. യേശു എന്താ ആദ്യം പ്രസംഗിച്ചത്? കാലം തികഞ്ഞു. അതിങ്ങനെ പറയാം, നിന്റെ കാലാവധി കഴിഞ്ഞു. ആരുടെ കാലാവധി? സാത്താൻ്റെ കാലാവധി കഴിഞ്ഞു. നിന്റെ 5 വർഷം കഴിഞ്ഞു, നിന്റെ വർഷങ്ങൾ കഴിഞ്ഞു, കാലാവധി കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സാത്താന്റെ രാജ്യം ഇവിടെ അവസാനിക്കാൻ പോകുന്നു. അവന്റെ ഊഴം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ദൈവരാജ്യം വരാൻ പോകുക. ഹല്ലേലൂയ. അതാ പറഞ്ഞത്. നമുക്ക് പറയാം, ദൈവരാജ്യം ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുക. ഇവിടെ പറയുന്നത് കൽദയ അല്ലെങ്കിൽ ബാബേൽ കന്യകയെ നീ ഇറങ്ങി. ഇതാണ് ആത്മീയ അധികാരം. പിതാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നവരായിരുന്നു. ഭൂതങ്ങളൊക്കെ കാണുമ്പോൾ അവര് നിൽക്കുമ്പോൾ ഭൂതം ഓടിപ്പോവുക. ഹല്ലേലൂയ. അവർക്ക് പേടിയാണ്. അയ്യോ, തീ വരുന്ന അവർ പറയുന്നത്. നമുക്ക് ഒന്നുള്ളത് മടങ്ങി വരാം, ആ ശക്തിയിലേക്ക് തിരിച്ചു വരാം. ഹല്ലേലൂയ. നീ ഇറങ്ങി താഴെ ഇരിക്കുക. എവിടെയെങ്കിലും ഒക്കെ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന, അന്യായമായി ബന്ധിക്കുന്ന, അവരെ നശിപ്പിക്കുന്ന ശക്തികൾക്ക് അതിനെ പറയാം, നീ താഴെ ഇറങ്ങി പൊടിയിരിക്കുക. ശത്രുക്കളെ മുഴുവനും പാദപീഠമാക്കുവോളം. അവരുടെ സ്ഥലം എവിടെയാ? പാദപുഷ്ടുകളാണ്. നീ പൊടിയിരിക്കാം. സിംഹാസനം കൂടാതെ നിലത്തിരിക്കുക. നിന്നെ ഇനി തന്നൊങ്ങിയൊന്നും സുഖഭോഗിനിയെന്നും വിളിക്കുകയില്ല. തിരികല്ലെടുത്ത് മാവ് പൊടിക്കുക. നിന്റെ ജോലി എന്താണെന്നറിയോ? നീ റാണിയുടെ ഇരിക്കണ്ട, തിരികല്ലെടുത്ത് മാവ് പൊടിക്കുക. അതാ നിന്റെ ജോലി. പിന്നെ നീ മൂടുപടം നീക്കുക, നിന്റെ മൂടുപടം നീക്കുക. ദൈവമക്കളെ ഒന്ന് ആത്മാവിനെ ഉല്ലസിച്ചാണ് ഞാൻ കാണുക. മൂടുപടം ഇട്ടുകൊണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മളെ വഞ്ചിപ്പിച്ച് ജനകോടികളെ സ്വാധീനിക്കുന്ന പൈശാചിക ശക്തികളെ ഇരുളിൻ്റെ അല്ലെങ്കിൽ മറവിൽ നിന്നുകൊണ്ട് മൂടുപടം ഇട്ടുകൊണ്ട് എന്തൊക്കെയോ ആണെന്ന് പറയുന്ന പൈശാശക്തികളെ, എഫെസോസിലെ ആ ഡയാനയുടെ ശക്തിയെ തകർത്ത പൗലോസിനെ പോലെ ദൈവത്വ ശക്തിയാൽ അത് തകർക്കാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കേരളക്കരയിൽ ഇനി ഒരു ആത്മീയ എൻകൗണ്ടർ സമയമായി, സ്പിരിച്വൽ വാർഫെയർ സമയമായി. ഹല്ലേലൂയ. കേരളക്കരയിലെ പൈശാചിക ശക്തികൾ പല വേഷം ധരിച്ചുകൊണ്ട് പല നിലകളിൽ മുഴുവട്ടുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ഇവിടെ. നമുക്ക് പറയാം, ഇല്ല, നിനക്ക് ഇനി സ്ഥാനമില്ല ഇവിടെ. നീ ഇവിടെ പൊടിയിൽ ഇറങ്ങിയിരിക്കേ. നിനക്ക് സിംഹാസനം ഇവിടെ ഇല്ല. നീ തിരികെ പൊടിക്കേ. ഹല്ലേലൂയ. മുഴുവൻ നീക്കുക. ഇനി വസ്ത്രാംഗം എടുത്ത് കുത്തി തുണ മറയ്ക്കാതെ നദി കടന്നു പോകും. ക്രോസ് ദ റിവർ. ഞങ്ങളാണ് ഇവരെ പമ്പ കടന്നു പറയും. പമ്പ കടന്നു പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടില്ല. പമ്പ നദി കഴിഞ്ഞു പോയി. നമുക്ക് പറയാം, നദി കടന്നു പോ. നീ ഒന്ന് ആത്മാവിൽ ഉല്ലസിച്ച് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ അധികാരം ഒന്ന് ഉപയോഗിക്കാം. നിനക്ക് ഇവിടെ സ്ഥാനമില്ല, നീ പുറത്ത്. ഹല്ലേലൂയ. ഒരു വഴിക്ക് ദൈവം പ്ലാൻ എടുക്കുമ്പോൾ നമ്മളും പറയണം. ദൈവം കോശനെ എഴുന്നേൽപ്പിക്കാൻ പോവുക, രാജകീയ കൽപ്പന പൊടിക്കാൻ പോവുക, നിയമപരമായ പലതും നടക്കാൻ പോവുക. നമ്മൾ ആത്മാവിൽ അത് ഏറ്റെടുക്കണം. പ്രിയമുള്ളവര്, നമ്മൾ പറയണം, ഹല്ലേലൂയ, ഞാൻ അവിടുത്തെ അധികാരി. പറഞ്ഞേ വിഭാഷ എറണാകുളം എൻ്റെ പട്ടണമാ, ഇതിൻ്റെ കർത്താവിലേക്ക് തന്ന പട്ടണമാ, ഞാൻ കൈവശമാക്കും. കൈവശമാക്കാൻ പോയപ്പോഴേക്ക് യുദ്ധം തീർന്നിട്ടില്ല. യുദ്ധം തീരാ വന്ന സമയത്ത് യോശുവ ഇതേമായിട്ട് ചെറിയൊരു ഫോൺ കോൾ നടത്തി. ഡാഡി, നേരത്തെ സന്ധ്യയായി, യുദ്ധം പകുതിയായിട്ടുള്ളൂ, എന്ത് ചെയ്യണം? നീ ഇഷ്ടമുള്ള ചെയ്തോളാൻ പറഞ്ഞു. ഉടനെ അത് എഴുതിയിട്ടില്ല, അത് രഹസ്യ സംഭാഷണമാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ഉറക്കെ പറഞ്ഞു, സൂര്യ നീ അവിടെ നിൽക്ക്, ചന്ദ്ര നിൽക്കെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു ദിവസം മുഴുവൻ സൂര്യ നിന്ന് പോയി പറയുള്ളവരെ. ഹല്ലേലൂയ. നമുക്ക് അധികാരത്തോടെ പറയാം, നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും മതിയായവനാണ്. ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നമുക്കൊന്ന് വിശ്വാസത്തോടെ പറയാം, വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പ്രിയമുള്ളവരെ. നഥാനിയേൽ വന്നപ്പം, ഞാൻ നിന്നെ കണ്ടായിരുന്നില്ല മോനെ, അത്തിയുടെ എപ്പോൾ കണ്ടു? അത്തിയോടെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയാണോ? ഒന്നും നീ മഷീദ് തന്നെയാണ്. ഇതൊന്നും അല്ല മോനെ, ഇതിനേക്കാൾ വലുത് കാണാൻ പോവാ. യു ആർ ഗോയിങ് ടു സീ ഗ്രേറ്റർ തിങ്സ് ദാൻ ദീസ്.
നമുക്ക് പറയാം ഇതുവരെ കണ്ടതൊന്നുമല്ല. അല്ലെ സ്റ്റാൻലി ഇതുവരെ കണ്ടതൊന്നുമല്ല. അല്ലെ അരുണാചലിലൊക്കെ പിടിച്ച് ഒതുക്കാൻ പോവുക. അല്ലേലൂയ, ആരാധനയുടെ ശക്തിയാൽ അല്ലേലൂയ കാലഘട്ടത്തിനകത്ത് കിടന്നുകൊണ്ട് ആരാധിച്ചപ്പോൾ ഫിലിപ്പിയ പട്ടണം അല്ലെങ്കിൽ പിടിക്കപ്പെട്ടതുപോലെ, റോമൻ പട്ടണമായി ഫിലിപ്പിയ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടതുപോലെ ഹല്ലേലൂയ ഉടല ബഹദുര. നമുക്കൊന്ന് ആത്മ ഉല്ലസിക്കുക. ഇത് വെറും ഒരു ഉപവാസമല്ലത്, ഇത് വെറും ഒരു പ്രാർത്ഥന അല്ലത്, ചടങ്ങായ ഉപവാസമല്ലത്, ചില ദൈവിക പ്രവൃത്തി സമയമായി. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കണേ, ദൈവത്തിന് സമയമായി. ഇനിയും രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. അതിൻ്റെ 52 എനിക്ക് പുസ്തകം ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചും മറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് വായിച്ചേ. 52 സിയോനെ ഉണരുക, കേരളത്തിലെ സഭയെ ഉണരുക ഉണരുക. കേരളത്തിലെ സഭ കൂർക്കം വലിയ ഒരിക്കൽ സിംഹമായിരുന്നു കേരളത്തിലെ സഭ. ഞാൻ പല സംഭവന്മാർ പറയും കേരളം എന്തുവാ, കേരളത്തിലെ മിഷണന്മാർ സ്ഥലം വേണ്ടി. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ആന്ധ്രയാണ് നമ്പർ 1 സൗത്ത് ഇന്ത്യയിൽ. ആന്ധ്ര ഭയങ്കര ഉണവാണ്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ അവിടെ കൃഷ്ണാതീരത്ത് 500 പാസ്റ്റർമാർ വെളുപ്പാങ്കം 4 മണിക്ക് ഒന്ന് പ്രാർത്ഥിക്കും. ഞാനും പോയി. ഭയങ്കര അനുഗ്രഹമായിരുന്നു. ശക്തമായ ഉണവാണ് അവിടെ. പിന്നെ തമിഴ്നാട് തൊട്ട് പുറകോട്ട് പോയി. ഇപ്പം കേരളത്തിൽ ഇപ്പം വളരെ ശൂന്യതയാണ്. പണ്ട് കേരളം നമ്പർ 1 തമിഴ്നാട് 2 ആയിരുന്നു. പക്ഷേ ഇന്ന് കയറി വരിക അവർ. ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റെടുക്കാം. സിയോനെ സിയോനെ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇവിടെ ഉണ്ട്. റിസോഴ്സസ് ഉണ്ട്, ആളുകളുണ്ട്, എല്ലാ കൃപകളും വരങ്ങളും അതിനും എല്ലാം ഉണ്ട്. പക്ഷേ ഉറക്കമാ. സിയോനെ ഉണരുക. ഇതാ റിവൈവൽ എന്ന് പറയുന്നത്. റിവൈവൽ ഇവിടെ ഉണ്ടാകണം. സിയോനെ ഉണരുക. ഹല്ലേലൂയ ഉണരുക ഉണരുക. Put on your strength, O Zion. ഹല്ലേലൂയ. ഓ അല്പസമയം ഒന്ന് വരുന്ന ഭാഗത്ത് രസിക്കാൻ പ്രിയമുള്ളവരെ. ഉണർന്നു കഴിഞ്ഞ് കേരള സഭ ഉറങ്ങുന്ന സിംഹമാണ്. ഈ കേരളത്തിലെ സഭ ഉണർന്നു കഴിഞ്ഞാൽ പ്രിയ അഭിഭാഷകരെ, കേവലം മിഷൻ മാത്രമല്ല, സഭകൾ ഉണർത്തുവാൻ നിങ്ങളുടെ മുന്നേറ്റം കൊണ്ട് ഇവിടെ ഉറങ്ങുന്ന സഭ ഉണർത്തപ്പെടട്ടെ. ഓ പാരമ്പര്യ സഭകൾ ഉണർത്തപ്പെടട്ടെ. ഓ യുവാക്കളില്ലാതെ, ഒരു യുവാവിനെ പോലും കണി കാണാനില്ലാതെ സഭകൾ ശൂന്യമായി വൃത്തന്മാർ കൊണ്ടിരിക്കുമ്പോൾ യുവാക്കന്മാരുടെ പടവിന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഉണരുക സിയോനെ ഉണരുക. നിന്റെ ബലം ധരിച്ചുകൊള്ളുക. ബലം പ്രാപിക്കണ്ട, ധരിച്ചാ മതി. ബലം ഉണ്ട് കണ്ടോ, ആ ബലമെല്ലാം ഉണ്ട്. അതൊന്ന് പുട്ടോൺ. നമുക്ക് സ്ട്രെങ്ത് ഉണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ പക്കൽ എല്ലാവിധ ആയുധങ്ങളും ഉണ്ട്. ഓ സർവായുധം ധരിച്ചാൽ മതി. പുട്ടോൺ ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്. നിന്റെ ശക്തി, നിന്റെ ബലം ധരിക്കുക. നിങ്ങൾ കമ്പയർ ചെയ്യണേ. എടി കറമ്പി, ബാബേൽ കന്യകേ, ഇറങ്ങണി താഴെ. നിനക്ക് ഇവിടെ എന്ത് സ്ഥാനമുണ്ട്? നീ താഴെ ഇരിക്കുക. നീ എവിടെ കയറി ഇരിക്കുന്നത്? സിംഹാസനത്തിലോ? ഇറങ്ങു താഴെ. ഇതെന്നെ സിംഹാസനമാ. അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? സിയോനെ നീ ഉണർന്ന് ഹല്ലേലൂയ. നീ ശക്തി ധരിച്ചിട്ട്. അടുത്ത വാക്യം. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു. നിന്റെ അലങ്കാര വസ്ത്രം ധരിക്കാം. ഹല്ലേലൂയ. ഓ പുട്ടോൺ your beautiful garments. സഭയുടെ garments of praise. ഹല്ലേലൂയ. സ്തുതി എന്ന മേലാട. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട. വെണ്ണീറിന് പകരം അലങ്കാരമാല. ഹല്ലേലൂയ. ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. സഭയുടെ മൊത്തത്തിലുള്ള അറ്റേർ മാറണം പ്രിയമുള്ളവരെ. ഓ ഹല്ലേലൂയ. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഓ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ ബദ്ധന്മാർക്ക് വിടുതൽ, തടവുകാർക്ക് മോചനം. ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട. ഹല്ലേലൂയ. വെണ്ണീർ പകരം എല്ലാം നഷ്ടപ്പെട്ട് ചാല വരഞ്ഞുകൊണ്ടിരിക്കുന്ന പറയാ നിനക്ക് അലങ്കാരം. ബ്യൂട്ടി ഫോർ ആഷസ്. ഓ ഒന്ന് കൈവർത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സിയോനെ ഉണരുക. പിള്ളേരെല്ലാം വെളിയിൽ പോയി. കേരളത്തിലെ ചർച്ചയിലൊന്നും പിള്ളേരില്ല. ഇപ്പം എല്ലാം കുഴഞ്ഞിട്ട് വരാൻ വയ്യ, അവിടെ നിൽക്കാനും വയ്യ. ഡെയിലി ബ്രെഡിനുള്ള പൈസ കിട്ടുന്നില്ല. ഒത്തിരി പാഴ്ച പറ്റിപ്പോയി. കർത്താവിനോട് എത്തുവാണെങ്കിൽ കാസർഗോഡാണെങ്കിൽ മുസ്ലിം ഇങ്ങനെ പെറ്റ് വരികയാണ്. എണ്ണത്തിന് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക. അവർ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ പോകുന്ന കാണാൻ എല്ലാം കൊച്ചു തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ആണും പെണ്ണും മദ്രസ വചനം വെച്ചുകൊണ്ടിരിക്കുക. അവർക്കൊരു ലജ്ജയുമില്ല. അവർ ശക്തി മുന്നേറിക്കൊണ്ടിരിക്കുക. അവരെവിടെ വേണമെങ്കിലും അവരുടെ മോസ്ക് പണിയും. അവർ വെള്ളിയാഴ്ച അവിടെ അവധിയായിരുന്നു അടുത്ത കാലം വരെ. അവരുടെ പ്രത്യേക സ്കൂൾ മുസ്ലിം സ്കൂളാണ്. അതിൽ കുറച്ച് മാറിയിട്ടുണ്ട്. നോക്കുക അവർ മാത്രം ശക്തരാണെന്ന് നമുക്ക് ഓർക്കാം. ഇവിടെ ഉണരുക. നിന്റെ ബലം ധരിക്കുക. നിന്റെ വിശുദ്ധ
സഭയുടെ അലങ്കാര വസ്ത്രങ്ങൾ എന്താ? കൃപാവരങ്ങളും വിശുദ്ധ ജീവിതവും അല്ലെങ്കിൽ സൽപ്രവൃത്തികളും ഒക്കെയാണ് അണിയേണ്ട അവിശുദ്ധ വസ്ത്ര അലങ്കാരങ്ങൾ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അല്പസമയം ഒന്ന് ഉല്ലസിച്ച ഞാൻ ആത്മാവിൽ കാണുക. കേരള സഭ പിന്നെയും ഒന്ന് ഉണർന്നെഴുന്നേറ്റ് ശക്തി ധരിച്ച് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ദേശത്ത് വെളിപ്പെടുന്ന ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഓ ഹല്ലേലൂയ. ആശിഷമാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിഷമാരി ആശിഷം വെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വാൻമഴതാ ദൈവമേ. ആശിഷമാരിയുണ്ടാ വീണ്ടും നല്ലുണർവുണ്ടാ, കുന്നുപള്ളങ്ങളിന്മേലും കേൾവൻ മഴയിൻ സ്വരം. മാരി പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വൻമഴതാ ദൈവമേ. കൃപകൾ വീഴുന്നുണ്ട്, ചാറൽ മഴയായിട്ട് പോരാ. ഇതുപോരാ, വൻമഴ തന്നെ വേണം. ഹല്ലേലൂയ. ചാറൽ മഴയൊക്കെ കൊണ്ട് കേട്ടോ, അതുപോരാ. കേരളക്കരയിൽ വൻമാരി പെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ മുഴക്കം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. സിയോനെ ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. സഭയ്ക്കകത്ത് ആർക്കെ കയറി? അഗ്രചർമ്മിയും അശുദ്ധനും. പരിചയമില്ലാത്ത ആളുകൾ, മനസ്സമരപ്പെടാത്തവര് നുഴഞ്ഞു കയറി. കോൺസ്റ്റന്റൈൻ വന്നതുപോലെ ഇന്ന് ദൈവസഭയ്ക്ക് വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. നിന്നിലെ അഗ്രചർമ്മിയും അശുദ്ധനും കയറി വന്നിരിക്കുന്നു. സഭയിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. നോക്കുക, അതുകൊണ്ട് ഇനി ആരും അങ്ങനെ കയറി വരരുത്. പിന്നെ പൊടി കുടഞ്ഞു കളക. പൊടി അപ്പം എവിടെയാ സിയോൻ കിടക്കുന്നത്? സിയോൻ ഇപ്പൊ എവിടെ കിടക്കുന്നത്? സിയോപുത്രി പൊടിയിൽ. നേരത്തെ എന്താ നമ്മൾ കണ്ടത്? കൽദയപുത്രി എവിടെയാ? ബാബിൽപുത്രി എവിടെയാ? സിംഹാസനത്തില്. നീ ഇറങ്ങി പൊടിയിരിക്കുക. പൊടി കിടക്കുന്ന സിയോനെ നീ എഴുന്നേൽക്ക. പൊടിയിൽ നിന്ന് കുടഞ്ഞു എഴുന്നേൽക്കുക. യെരൂശലേമേ, എഴുന്നേറ്റ് ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ അത് ശരിയായ വേർഷൻ കൊടുത്തിരിക്കുന്നത് സിറ്റ് എൻറോൾഡ് എന്നാണ് ഒരു വേർഷൻ. എന്ത് ചെയ്യാൻ? നീ കയറി സിംഹാസനത്തിരിക്കുക. സിംഹാസനത്തിരിക്കുന്ന കൽദയപുത്രി താഴെ ഇറങ്ങി പൊടി കിടക്കണം. പൊടി കിടന്ന ദൈവസഭ എഴുന്നേറ്റ് സിംഹാസനത്തിരിക്കണം. നമ്മുടെ അധികാരം നമ്മൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. പൊടി കിടക്കേണ്ടവരല്ല പ്രിയമുള്ളവരെ. നമുക്ക് ആത്മാവിൽ ഉല്ലസിക്കാം. കോടതി വിധിക്ക് അങ്ങനെ പോകട്ടെ. സഭയുടെ ആത്മീയ അധികാരം ഒന്ന് വെളിപ്പെടുന്ന സമയമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും ജനത്തിന് ഭയമായി. ഉൽപ്പത്തി നമ്മൾ പ്രവൃത്തി വായിക്കുമ്പോൾ എല്ലാവർക്കും ഭയമായി. ജനം അവരെ ഭയപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. ദൈവസഭയുടെ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ. ഒന്ന് ഉല്ലസിച്ച് പ്രാർത്ഥിച്ചാണ്, ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ എഴുന്നേറ്റ് സിംഹാസനത്തിരിക്കുന്ന സമയമാണ്. എല്ലാം നമ്മുടെ കാൽ കീഴെയാണ്. സകലം നമ്മുടെ കാൽ കീഴെയാണ്. എഫെസ്യർ വായിക്കുമ്പോൾ യേശുവിനെ ഉയർത്തി സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയി എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഇരുത്തി സകലവന് കാൽ കീഴാക്കി അവൻ ശരീരമായ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അധികാരം സഭയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. നമുക്ക് ആ അധികാരം നേരിടുക. എൻ്റെ കർത്താവിൻ്റെ തലയാണെങ്കിൽ ആ അധികാരം എൻ്റേതാണ്. ഈ ഉപവാസപ്പം ഒന്ന് അവകാശമാക്കാം പ്രിയമുള്ളവരെ. ഒരുമിച്ച് നമുക്ക് ചേർന്ന് അവകാശമാക്കാം. ഈ ദേശം നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവ യുദ്ധം ചെയ്ത് ജയിച്ചു കഴിഞ്ഞു. നമുക്കത് പൊസസ് ചെയ്യാം, ദേശം കൈവശമാക്കാം. രസകരമാണ് യോശുവ പഠിക്കുന്ന സമയത്ത്. യോശുവ എല്ലാം കൈവശമാക്കി, ആരും വന്നില്ല അവകാശമാക്കാനായിട്ട്. അവസാനം ഒരാൾ വന്നു, കാലേബ്, യഹൂദ ഗോത്രക്കാർ വന്നു. അവൻ പറഞ്ഞു, എനിക്കാ മലതാ. അന്ന് ഞാൻ നോക്കി വെച്ചത്. അന്ന് 10-12 പേര് പോയില്ലേ, അവന്മാരെല്ലാം പറഞ്ഞു നമ്മൾ വെട്ടുകിളി നമുക്ക് തിരിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പോകണമെന്ന്. അതുകൊണ്ട് ആ മല എനിക്ക് തരിക. അവിടെ മല്ലന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. എനിക്കിപ്പോഴും നല്ല ആരോഗ്യമുണ്ട്. ഇപ്പം 85 വയസ്സായെങ്കിലും എനിക്കിപ്പോഴും മല കയറാനുള്ള ആരോഗ്യമുണ്ട്. ആത്മീയ ആരോഗ്യം കെട്ടുപോകല്ലേ പ്രിയമുള്ളവരെ. മല്ലന്മാരെ കണ്ട് പേടിക്കല്ലേ. എന്തെല്ലാം മല്ലന്മാർ വന്നാലും ഹല്ലേലൂയ, എനിക്ക് അവരെ പേടിയില്ല. ഞാൻ അവരെ ഇല്ലായ്മ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അനാക്കിന്റെ പുത്രന്മാരുടെ ദേശം ഹല്ലേലൂയ, ആ കിര്യത്ത് അർബയെ അവൻ ഹെബ്രോനാക്കി മാറ്റി. എനിക്ക് വലിയൊരു വെളിപ്പാട് കിട്ടിയായിരുന്നു. ഈ കിര്യത്ത് അർബ എന്ന് പറയുന്ന സ്ഥലം ആരുടെ ആയിരുന്നു അറിയാമോ? പഴയ ഹെബ്രോനാ. ആരുടെ സ്ഥലം ഹെബ്രോൻ? വല്യപ്പച്ചൻ്റെ അബ്രഹാമിൻ്റെ സ്ഥലമാ. കനാൻ നാട്ടിൽ അബ്രഹാം പാർത്ത എവിടെയാ? ഹെബ്രോനില്ല. അവിടെ അധികം ഇറങ്ങി വന്നതും സംസാരിച്ചതും ഇല്ലേ, പ്രോമിസ് കൊടുത്തതും യുദ്ധത്തിന് പോയതും എല്ലാം അവിടെയാണ്. ആ സ്ഥലം ഇപ്പോൾ എന്താ? ആരാ ഉള്ളത്? ഭയങ്കര മല്ലന്മാരാ. ഒരു കാലത്ത് ദൈവമക്കൾ അധികാരപ്പെടുത്തിയ സ്ഥലങ്ങളൊക്കെ എനിക്ക് വേദനയുണ്ട്. ഞാൻ ഇവിടെ ഈ തിരുവനന്തപുരക്കാരനാണ്. എൻ്റെ വൈഫ് തിരുവല്ലയും ഞാൻ പൊല്ലൂരുമാണ്. അന്നത്തെ ആത്മീയ അധികാരം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ശത്രുക്കൾ കൈയടക്കി വെച്ചിരിക്കുക.
ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇവിടെ നാം വായിക്കുന്നത് എൻ്റെ വല്യപ്പനായ അബ്രഹാമിന് ദൈവം കൊടുത്ത സ്ഥലം, അവൻ ദൈവത്തെ കണ്ട സ്ഥലം, വാഗ്ദത്തം പ്രാപിച്ച സ്ഥലം. ഹല്ലേലൂയ. അബ്രഹാം മരിക്കുമ്പോൾ പാർത്ത സ്ഥലം ഇന്ന് മലന്മാർ കൈയടക്കിയിരിക്കുന്നെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ. അവകാശം പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മുടെ കർത്താവ് വലിയവനായ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ അവകാശ ഭൂമിയെ കൈവിട്ട് കളയരുത്. ഹല്ലേലൂയ. നാബോത്ത് പറഞ്ഞതുപോലെ എൻ്റെ അപ്പൻ്റെ അവകാശം ഇസബേലിന് കൊടുക്കത്തില്ല. നമുക്ക് ഒന്നിച്ച് പറഞ്ഞാട്ട്, നമ്മുടെ അപ്പൻ്റെ അവകാശമാണ് ഈ എറണാകുളം, ഈ കേരളം. നമ്മുടെ കർത്താവിന് ദൈവത്തിന്റെ സ്വന്തം നാടാണിത്. ഇത് ശത്രുനുള്ളതല്ല. കിര്യത്തർബ എബ്രോനായിരുന്നെങ്കിൽ കാലേബിനെ പോലെ നമുക്ക് ചെന്ന് പറയാം, ഇത് എൻ്റെതാണ്, ഇത് ഞാൻ അവകാശമാക്കും. നിനക്ക് ഇവിടെ കാര്യമില്ല. ഹല്ലേലൂയ. അവനെ മോളും ചോദിച്ചു, എനിക്കും സ്ഥലം വേണം. മരുമോനെ വാങ്ങിച്ചു. നോക്കി അങ്ങനെ പോവുക കാര്യങ്ങൾ. ഞാൻ മടങ്ങി വരുന്നു. ഇവിടെ കണ്ടത് എന്താണ് നമ്മൾ വായിച്ചത്? ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. സഭയ്ക്ക് വിശുദ്ധികൾ വേണം. ഞാൻ പറഞ്ഞു, വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. സഭയ്ക്കകത്ത് മിശ്രജാതി വരരുത്. മിശ്രം അവർ പുറപ്പെട്ടു വരുമ്പോൾ സമ്മിശ്രജാതി അവരെ പുറപ്പെടുത്തത് കുഴപ്പമുണ്ടാക്കിയതും ശരിക്കുള്ള ആൾക്കാരല്ല, സമ്മിശ്രജാതിയാണ്. നെഹമ്യാവിൻ്റെ പണി സമയത്ത് അവൻ അതിലെല്ലാം പണിതിട്ട് ആൾക്കാർ ഒരു വാക്ക് ചോദിക്കും, അത് കറക്റ്റ് പറയുന്നില്ലെങ്കിൽ അവനെ ദൂരെയാക്കും. യഹൂദരാണെന്ന് അറിയാൻ വേണ്ടി പ്രൊണൗൺസിയേഷൻ നോക്കുന്നത് കറക്റ്റ്. എനിക്കൊരു സംഭവം പറയാൻ കഴിയും. ഞാൻ വേലയ്ക്ക് പോയ സമയത്ത്, ഞാൻ ഓയമലയാണല്ലോ, ഒത്തിരി മുസ്ലിം കൺവേർട്സ് ഉണ്ട്. PP അലവി, KK അലവി, മുഹമ്മദ്, അത് ഒത്തിരി പേരുണ്ട്. ആവേശം കയറി അവരെല്ലാം വിളിച്ചു വരുത്തി. മുസ്ലിമിൻ്റെ സ്ഥലമാണല്ലോ, പാർക്കിൽ മുസ്ലിം വീട്ടില്ല. ഇവന്മാർ വന്നിട്ട് ഇവരോട് അറബി സംസാരിച്ചു. അവർക്ക് മനസ്സിൽ ഇവന്മാർ ഒറിജിനൽ ആരാണ്, ഒറിജിനൽ മുസ്ലിങ്ങളാണെന്ന് മനസ്സിലായി. അവർ ഇന്ന് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞത്. അവരുടെ ഉച്ചാരണം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ നെഹമ്യാവ് ചെയ്തൊരു കാര്യം, ഇവരുടെ ഉച്ചാരണം വെച്ചിട്ട് സമ്മിശ്രജാതി ഒന്നും അതിനകത്ത് കയറ്റിയില്ല, യഥാർത്ഥമായുള്ള കയറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ സെരുബ്ബാബേൽ അവിടെ ആളുകളെ ഓരോ വേല ഏൽപ്പിക്കുമ്പോൾ അവർ വംശാവലി നോക്കി, വംശാവലി ഇല്ലാത്തതൊന്നും കേട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട നിവാസന്മാരെ, യഥാർത്ഥമായി വീണ്ടും ജന്മം പ്രാപിച്ച് ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരെ, അഡ്രസ് ഉള്ളവരെ എന്ന് വെച്ചാൽ സ്വർഗ്ഗം അറിയുന്നവരെ, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അവൻ അനീതി വിട്ട് അകലട്ടെ എന്നാണ് അതിൻ്റെ മുദ്ര. ആ മുദ്രയുടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് നമുക്ക് നാളെ നമുക്ക് ആവശ്യമുണ്ട്. യോസേപ്പിനെ പോലെ പാവപ്പെട്ട് ഓടുന്നത് നമുക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എന്താണ്? വിശുദ്ധനും അശുദ്ധനും അതുപോലെ തന്നെ അഗ്നിയിൽ പ്രവേശിക്കുകയില്ല. പൊടി കുടഞ്ഞു കളക. എഴുന്നേറ്റ് സിംഹാസനത്തിൽ ഇരിക്കുക. നിന്റെ കഴുത്തിലെ ബന്ധനങ്ങൾ അഴിച്ചു കളക. കഴുത്തിലെ ബന്ധനം ഞാൻ കാണുന്നത് രണ്ടാം പ്രാവശ്യമാണിത്. നമ്മൾ 107 സംഘത്തിനാണെന്ന് തോന്നുന്നു വായിക്കുന്നത്, 105ആണെന്ന് തോന്നുന്നു. യോസേപ്പിനെ അവരെ എന്ത് ചെയ്തു? അവൻ്റെ കാലുകളിൽ ചങ്ങലയും കഴുത്തിൽ, അങ്ങനെയാണോ നോക്കി? ഒന്ന് വായിക്കാമോ? നിങ്ങൾക്ക് ഒരു വചനം പഠനം കൂടിയാണല്ലോ ഇത്. ഒന്ന് നോക്കിക്കേ. സങ്കീർത്തനം 105 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം മുതൽ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളിപ്പാട്ടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പു ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. നോക്കണേ, മലയാളത്തിൽ പരിഭാഷ ശരിയല്ല, ഇംഗ്ലീഷ് കിട്ടുന്നില്ലല്ലോ. അടുത്ത വാക്യം 17. He sent a man before them, Joseph, who was sold as a slave. അടുത്ത വാക്യം. They hurt his feet with fetters. He was laid in irons. വേറെ വർഷം കൊടുത്തിരിക്കുന്നത് അയൺ കോളർ എന്നാ. കാലിൽ ഷാക്കിൾസ്, കാലയിൽ ചങ്ങലയും കഴുത്തിൽ അയൺ കോളർ, ഇരുമ്പ് പട്ട. പാവ യോസേപ്പിനെ കിടത്തി അങ്ങനെയാ. അവന് കഴുത്ത് അനക്കാൻ പറ്റത്തില്ല, കാലും അനക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഫിലിപ്പയിൽ വെച്ച് അപ്പോസ്തലന്മാരുടെ കൈയും കാലും ഒരു ബന്ധിച്ചു. അപ്പം ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? എന്താ വായിച്ചത്? കഴുത്തിലെ ബന്ധനങ്ങൾ. ദൈവമക്കളെ, ദൈവസഭയ്ക്ക് അനങ്ങാൻ വയ്യാതെ ശത്രു കെട്ടിയ കെട്ടുകളൊക്കെ പൊട്ടിച്ച് കളയണം. ഞാൻ പ്രവാചക ഭാഷ ഒന്നും പറയുന്നില്ല. ഹല്ലേലൂയ. നമ്മൾക്കൊന്നും തലനേരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ, സിംഹാസനിരിക്കാൻ കഴിയാതെ, പൊടി കിടന്ന് അലയുന്ന അനുഭവം മാറിയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശക്തമായി അധികാരത്തോടെ ഈ ദേശത്തെ വാഴുവാനൊക്കെ വേണം നമ്മളെ വെടിവെക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഒന്ന് ആത്മാവിനെ നേറ്റെടുത്താണ് പ്രിയമുള്ളവരെ. കഴുത്തിലെ മുഖം നീ ഒളിച്ചു കളക, കഴുത്തിലെ ആ കോള നീ പൊളിച്ചു കളക. അല്ലെങ്കിൽ നീ പൊടിയിൽ നിന്ന് എഴുന്നേറ്റ് സിംഹാസനത്തിൽ ഇരിക്കുക, നീ പൊടി കുളഞ്ഞു കളക. നീ നിന്റെ ആ സ്വർഗീയ അലങ്കാര വസ്ത്രം ധരിക്കുക, സിംഹാസനത്തിൽ ഇരിക്കുക. രണ്ട് കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ അപ്പം വിടുകയാണ്. അങ്ങനെ അവരെ തിരിച്ചു വന്നു. ഇനി നമുക്ക് ചരിത്രം തുടരാം. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരാം. 2 ദിനവൃത്താന്തം നമുക്ക് എടുക്കാം.
അതിൻ്റെ അവസാന അധ്യായം 22-23 വാക്യങ്ങൾ. 22-23. എന്നാൽ ഈ യെരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരശിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ, പാഴ്സി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവൻ ഒരാലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിക്കുന്നില്ല. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഒരു ജാതീയ രാജാവിനെ എഴുന്നേൽപ്പിച്ചൊരു മഹാ സാമ്രാജ്യത്തെ തകർത്തിട്ട് ഒരു പുതിയ ഒരു ലൗകിക രാജ്യം ഭൂമിയിൽ സംജാതമാക്കി. അതിൻ്റെ ഏറ്റവും വലിയ മഹാരാജാവായ സൈറസ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മഹാരാജാവിനെ കൊണ്ട് പറയുകയാണ്, എല്ലാ രാജ്യങ്ങളെയും ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിയാൻ അവൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ആലയം പണിയാം. ഹല്ലേലൂയ. ഒരു വഴി തുറക്കപ്പെടുകയാണ്, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വഴി തുറക്കപ്പെടുക. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിന് വരവാസന്നമായി, തടസ്സങ്ങളൊക്കെ മാറിയിട്ട് കർത്താവിന് സഭ വെളിപ്പെടുന്ന സമയമായി. ഹല്ലേലൂയ. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ലോക രാജ്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൻ്റെ മുഴക്കങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഇവിടെ വായിക്കുന്നത്, അവർ ആലയം പണിക്കായിട്ട് ഇദ്ദേഹം കൽപ്പന പുറപ്പെടുവിക്കുന്നു. അങ്ങനെ ദൈവം ഉണർത്തി പോകുന്നു. യെശയ്യായിലേക്ക് വരാം. യെശയ്യായുടെ പുസ്തകം വായിക്കുന്നുണ്ട്, 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. സെരുബ്ബാബേലിനോട് കൂടെ വന്നവർ യേശുവ നെഹമ്യ. സെരുബ്ബാബേൽ എന്ന് പറയുന്ന ഗവർണറും അതുപോലെ തന്നെ അദ്ദേഹം കൂടെ പോയ യോശുവ അല്ലെങ്കിൽ യേശുവ എന്ന് പറയുന്ന മഹാപുരോഹിതനും, അവർ രണ്ടുപേരും ചേർന്നാണ് മെയിൻ പണിയുന്നത്. സെരുബ്ബാബേലും അവർ യേശുവയും ചേർന്ന് അവർ പണിയുന്നു. ഞാൻ ചരിത്രം ഒന്നും ആവർത്തിക്കുന്നില്ല. അങ്ങനെ അവർ പണിത് വന്നിട്ട് ഇടയ്ക്കൊരു പ്രശ്നമുണ്ടായി. ദയവായിട്ട് നിങ്ങൾ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ വായിക്കണം. അർത്തഹ്ശഷ്ടാ രാജാവിന്റെ എഴുത്തിന്റെ പകർപ്പ് രഹൂമും രായസക്കാരനായ ശിംശായിയും അവരുടെ കൂട്ടക്കാരും വായിച്ചു കേട്ട ശേഷം അവർ യെരൂശലേമിൽ യഹൂദന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ബലാത്കാരത്തോടെ അവരെ ഹേമിച്ച് പണി മുടക്കി. അങ്ങനെ യെരൂശലേമിലെ ദൈവാലയത്തിന്റെ പണി മുടങ്ങി. പാഴ്സി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ പണി മുടങ്ങിക്കിടന്നു. 7 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് മഹാരാജാവായിരിക്കുന്ന ആ സൈറസിന്റെ കൽപ്പന പ്രകാരം അവര് പുറപ്പെട്ടു വന്ന് ഇവിടെ ആലയം പണി ആരംഭിച്ചു. പക്ഷേ പലവിധമായ എതിർപ്പുകൾ നിമിത്തം ആലയം പണി മുടങ്ങി. അത് കുറേ വർഷം നീണ്ടുപോയി. 18 വർഷക്കാലം പണി മുടങ്ങിക്കിടന്നു. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ദൈവസഭയുടെ പണികൾ അതത് ഘട്ടങ്ങൾ ദൈവം വഴി തുറന്ന് ചെയ്തു. ഞാൻ ഇന്ന് രാവിലെ കുറേ ചരിത്രം പറഞ്ഞു. പെന്തക്കോസ്റ്റൽ റിവൈവൽ വന്നിട്ട് ഇപ്പോൾ 3 വർഷത്തിലധികം കഴിഞ്ഞു. അത് കെട്ടടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അല്ലാതെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് മുന്നോട്ട് കടന്നു വന്നു. അതും ആ നിലയിൽ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നൊരു പുതിയ ജനസമൂഹം, ഒരു യുവതലമുറ എഴുന്നിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളതിൽ പെട്ടവരാ, നമുക്ക് സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ ഈ പണി ഇപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നാമാണ് ഇപ്പോൾ പണിയേണ്ടത്. നാമാണ് ദേശത്ത് പരന്ന് വ്യാപിക്കേണ്ടവർ. ഈ ആലയം പണിയാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇവിടെ വായിക്കുന്നത്, അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണി മുടങ്ങി. 18 വർഷം മുടങ്ങിപ്പോയി. അടുത്ത 1-ാം വാക്യം. എന്നാൽ ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സഖര്യാവും എന്ന പ്രവാചകന്മാർ യഹൂദയിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും എഴുന്നേറ്റ് യെരൂശലേമിലെ ദൈവാലയം പണിവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോടുകൂടെ ഇരുന്ന് അവരെ സഹായിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിലേക്ക് ഞാൻ വരികയാണ്. ചരിത്രമായതുകൊണ്ട് ബോറിംഗ് തോന്നുന്നുണ്ടായിരിക്കാം. ഇതിനകത്തെല്ലാം ഒരുപാട് ദൈവിക സന്ദേശങ്ങളുണ്ട്. ദൈവാത്മാവ് നമുക്കത് ഉണർത്തി തരും, ഹൃദയങ്ങളത് കത്തിച്ചു തരും. ഇവിടെ ആ ആലയം പണി ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടം, ദീർഘമായൊരു കാലഘട്ടം. ദൈവസഭയുടെ പണികൾ മുടങ്ങി ഛിന്ന ഭിന്നമായി പോയ ഒരു കാലഘട്ടം. എന്നാൽ ഇവിടെ അവരെ ഉണർത്തുവാൻ വേണ്ടി ദൈവം 2 പേരെ എഴുന്നേൽപ്പിച്ചു. ആരൊക്കെയാണത്? ഹഗ്ഗായിയും സഖര്യാവും. അവരെ പണിയുന്ന, അവരുടെ പണി മുടങ്ങിക്കിടക്കുമ്പോൾ അവർ വന്നിട്ട് ഇവരെ പ്രവാചക ശബ്ദത്തിലൂടെ അവർ ഉണർത്തുവാനിടയായി തീർന്നു. നോക്കുക, ആ വാക്യം ഞാൻ വായിക്കാം. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായ യോശുവയും എഴുന്നേറ്റ് യെരൂശലേമിലെ ദേവാലയം പണിവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോട് ഇരുന്ന് അവരെ സഹായിച്ചു. വായിക്കുന്ന ആര് പറഞ്ഞ പണിയാനായിട്ട്? എന്തിനാ ഓർഡർ? എന്തിനാ ഓർഡർ? എന്തിനാ? ഇത് പണ്ടേ ഉള്ളൊരു ആലയമാ. ഞങ്ങൾ അവൻ്റെ ദാസന്മാരാ. പേരൊന്നും പറയേണ്ട ആവശ്യം. ഇത് ദൈവത്തിൻ്റെ ആലയമാ. അതൊന്നും പറയേണ്ടി വന്നില്ല.
ഓർക്കണേ പ്രിയമുള്ള, ഞാൻ വായിപ്പിക്കാൻ സമയമില്ല. അവരെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ ആൾക്കാർ വന്നു. നിങ്ങൾ അനുവാദം കിട്ടിയോ, നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയോ എന്നും അതൊന്നും വേണ്ട, ദൈവത്താൽ ഞങ്ങൾ പണിയും, ദൈവമാണ് ഞങ്ങളെ അയച്ചത്. ആ പ്രവാചകന്മാർ ദൂതുകൾ അവരെ ബലപ്പെടുത്തി. ഞാൻ ആത്മാവിൽ പറഞ്ഞു വരിക, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ കാര്യം സൂചിപ്പിക്കുക, നമുക്കെന്നതാണ് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് തന്നെ ബലമായി. ഓ ഹല്ലേലൂയ! ദൈവിക സന്ദേശങ്ങൾ, ദൈവിക ആരാധനയുടെ ആ നല്ല ശബ്ദഭീജികൾ, ദൈവത്തിന്റെ വനത്തിന്റെ വെളിച്ചമൊക്കെ നമ്മളെ ബലപ്പെടുന്നതാണ്. ഇന്നലെയും ഇന്നും ഒക്കെ നമ്മൾ ഇന്നും നാളെയും ഒക്കെ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ നമ്മളെ ബലപ്പെടുത്തണ്ടേ? ഒന്ന് ഉല്ലസിച്ചാണ്. ഹല്ലേലൂയ! അത് ഉണർവെന്ന് പറയുന്നത്. അവർ ഉണർത്തപ്പെട്ടു, അവർ പണിയാൻ ആരംഭിച്ചു. നമുക്കിനിയും സെക്രേവിലേക്ക് വരാം. സെക്രേവിൽ വന്നിട്ട് ഞാൻ ഒരു ചില ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവരുടെ ഈ രണ്ടുപേരുടെയും പുസ്തകങ്ങളിനകത്തുണ്ട്, ഹഗായിയുടെ ഉണ്ട്, സെക്രയാവിൻ്റെ ഉണ്ട്. അത് നമുക്ക് സെക്രയാവ് മാത്രം നോക്കിയിട്ട് 1-2 പോയിന്റ്സ് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സെക്രയയിലേക്ക് വന്നേ, എല്ലാവരും എടുത്താട്ട പുസ്തകം. സെക്കരിയാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം. അതിൻ്റെ ആദ്യത്തെ ഭാഗത്തൊക്കെ നിങ്ങളെങ്കിലേക്ക് തിരിവീൻ, ഞാൻ തിരിയുമെന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. ഞാൻ ഇസ്രായേലിന് വേണ്ടി എരിയുന്നെന്ന് ദൈവം പറയുന്നു. നിങ്ങൾ ഇനിയും വിശാലത പ്രാപിക്കും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സെക്കരിയാവ് ഒരു ദർശനം കണ്ടു. ഞാൻ അവിടേക്കാണ് വരുന്നത്. 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. സെക്കരിയാവ് 1:18. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന്. ഇതാണ് സ്പിരിച്വൽ ഡിസൈൻമെന്റ് എന്ന് പറയുന്നത്. രാജാക്കന്മാരൊക്കെ നിയമപരമായിട്ട് ഇതിനെ വിലക്കി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും കോടതിയിലെ കേസ് അനുസരിച്ചും പരാതി അനുസരിച്ചും ഒക്കെ ദൈവം തടയുന്ന നിയമങ്ങൾ പാസ്സാക്കുന്നു, ആൻറ്റി കൺവെൻഷൻ ബില്ല് പാസ്സാക്കുന്നു. പോലീസുകാർ അന്യായമായി ഉപദ്രവിക്കുന്നതൊക്കെ ആ വഴിക്ക് പോയിക്കൊള്ളേ. പക്ഷെ ഇതിൻ്റെ ശരിയായ ചിത്രം ആരാ കണ്ടത്? സെക്രിയാവാണ് കണ്ടത്. ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില കൊമ്പുകളുണ്ട്. ഹല്ലേലൂയ! അവൻ ആത്മാവിൽ കണ്ടു. ഇന്നും കാണുന്ന ജഡരക്തമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളല്ല, ഒരു പാർട്ടിയോടല്ല, ഒരു ഗ്രൂപ്പിനോടല്ല. അവയ്ക്ക് വെറും മാസമേ ഉള്ളൂ. അതിന് പിന്നിൽ വ്യാപക ശക്തികളാണ്. നമുക്ക് അവിടെ വായിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. സെക്കരിയാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് അവരെ കുറിച്ച് വലിയ എരിവുണ്ട്, ഞാൻ എരിയുകയാണ്, ഞാൻ അവരേക്ക് തിരിഞ്ഞിരിക്കുകയാണ്, അവർക്ക് വിശാല വരുത്താൻ പോവുകയാണ്. പക്ഷേ സംഗതി അവൻ ആത്മാവിൽ കണ്ടു, ഇതിനെ തടയുന്ന ചില ശക്തികളുണ്ട്. ഹല്ലേലൂയ! ഈ ദിവസങ്ങൾ നമുക്ക് ഒരു സ്പിരിച്വൽ ഹല്ലേലൂയ ഒരു എൻകൗണ്ടറിന് ഒരുങ്ങാൻ പറയുള്ളവരെ. സഭ ശക്തി പ്രാപിച്ച് പടവെത്തുന്ന സമയമാണെന്ന്. ഹല്ലേലൂയ! അവർ പാസിവായിരിക്കാനല്ല, ശത്രുവിനെതിരെ നിൽക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ! അവനെതിരെ എതിർക്കേണ്ട സമയമാണ്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളുടെ ഓടിപ്പോ. ഹല്ലേലൂയ! ഹല്ലേലൂയ! ദൈവത്തെ കീഴടങ്ങുവീൻ, അവൻ നമുക്ക് അടുത്തു വരും. ഇവിടെ വായിക്കുന്നത് അവന് 4 കൊമ്പ് കണ്ടു. എന്താ കർത്താവ്, എന്താ ചോദിച്ചപ്പോൾ വന്ന് പറഞ്ഞു, ഇവ ഇസ്രായേലിനെയും യഹൂദയെയും ചിതറിച്ചു കളഞ്ഞ ദൈവമക്കളുടെ പണിയെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ. 4 ശക്തികളാണ് പ്രിയമുള്ളവരെ. ഞാൻ പുതിയത് വായിക്കുന്നത് വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ, ദുഷ്ടാത്മ സേനകൾ. അവയ്ക്കാണ് നമുക്കെതിരെ പോരാട്ടമുള്ളത്. നമുക്ക് ഒന്ന് ആത്മാവിൽ അറിയാം. സെക്കരിയാവ് ആത്മാവിൽ പറഞ്ഞു, നമ്മൾക്കെതിരെ പൊരുന്ന ഈ 4 കൊമ്പുകളാണ്. ഈ 4 കൊമ്പുകൾ ആണ് നമ്മളെ ചിതറിച്ചു കളയുന്നത്. ഐക്യതയില്ലാതെ, മുന്നേറാൻ കഴിയാതെ, സഭയെ വളർത്താൻ കഴിയാതെ നമ്മൾ തടയുന്ന ഈ ശക്തികളെ കുറിച്ച് ആത്മാവിലുള്ള ഒരു മാപ്പിംഗ്, സ്പിരിച്വൽ മാപ്പിംഗ്. എന്താണ് ആ സ്ട്രോങ് ഹോൾസ് കണ്ടുപിടിച്ചിട്ട് അതിനെതിരെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ! ഇന്ത്യ രാജ്യത്തെ സഭയെ പണിയുവാൻ തടയുന്നത് മാനുഷിക നിയമങ്ങളെക്കാൾ ഉപരിയായി പൈശാചിക ശക്തികളാണ്. ഹല്ലേലൂയ! സ്ട്രോങ് ഹോൾസ് കൊണ്ട് പ്രിയമുള്ളവരെ, അവയ്ക്കെതിരെ നാം പോരാടി പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണ്. സെക്കരിയാവ് ആത്മാവിൽ അത് കണ്ടു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടി. 20-ാം വാക്യം. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു. 4 കൊമ്പ് കാണിച്ചെങ്കിൽ 4 കൊല്ലന്മാരെ കാണിച്ചു. നമുക്കെതിരെ എത്ര കൊമ്പ് ഉയർന്നാലും ആ കൊമ്പിന് എതിരെ പ്രവർത്തിപ്പാൻ ചില കൊല്ലന്മാരെ എഴുന്നേൽപ്പിക്കുന്നതാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ! 4 കാണുന്നുണ്ടോ? ഹല്ലേലൂയ! ഈ ആത്മീയ യുദ്ധത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് അതിനുള്ള ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ! കർത്താവിൽ ബലപ്പെട്ട്, ആത്മാവിൽ ബലപ്പെട്ട് ആയുധവർഗം ധരിച്ചു നിൽക്കുമ്പോൾ ആ ആയുധങ്ങൾ കൊണ്ട് നമുക്ക് തകർക്കാൻ സാധിക്കും. ഇവിടെ വായിക്കുന്നത്, അവൻ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യുവാൻ ഇതെന്തിനാ അവർ വന്നിരിക്കുന്നത്? എന്തിനാ കൊല്ലന്മാർ വന്നത്? അവൻ ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു. നമ്മൾ കണ്ടത് ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ അതുപോലെ എടുത്തണ്ട. വചനത്തിനകത്ത് ഒരു ശക്തിയുണ്ട്. തല പൊക്കാൻ കഴിയാതെ. നമ്മൾ ആരാ? രാജാവിന്റെ അഭിഷിക്തന്മാരാ. നമ്മൾ ദേശത്തെ നമ്മൾ പ്രഭുക്കന്മാരാ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അല്ലെങ്കിൽ എന്ന് നമുക്ക് തല ഉയർത്താൻ കഴിയാതെ വണ്ണമുള്ള മാനസിക പീഡനം വിട്ട് നമ്മളെ നിരാശപ്പെടുത്തി തകർക്കുന്ന ശക്തികൾ ഉണ്ട്. അങ്ങനെയുള്ള
പ്രവൃത്തി ചെയ്യുന്ന കൊമ്പുകളാണ് ഇവര്. എന്നിട്ടിപ്പോ വന്നിരിക്കുന്നവരോ ഇവരോ യഹൂദ ദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ. ഓ ഹല്ലേലൂയ! ആത്മാവ് ഗ്രഹിച്ചാൽ കൊള്ളായിരുന്നു. ദൈവങ്ങൾ നമ്മളെ തല പൊക്കാൻ കഴിയാതെ വണ്ണം നമ്മളെ തല ഉരിയിക്കുന്ന ഈ കൊമ്പുകളെ തള്ളിയിട്ട് പേടിപ്പിക്കാനായിട്ട് ദൈവം 4 കൊല്ലന്മാരെ അയച്ചിരിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കാൻ കഴിയുന്ന ആത്മീയ ആയുധം നമ്മളെ ധരിപ്പിക്കുന്നത് ആഗ്രഹിക്കുക. ഹല്ലേലൂയ! ഇരമ്യാവേ, ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ വെൺമഴുവാക്കി വെച്ചിരിക്കുന്നു, നിന്നെ കൊണ്ട് ഞാൻ നരക്കന്മാരെ തകർക്കും. ഹല്ലേലൂയ! വിനാശക പർവ്വത്തെ ഹല്ലേലൂയ ഞാൻ അതിനെ വെറും ഒരു പൊടിയാക്കി തീർക്കും, ദഹനപർവ്വതമാക്കി മാറ്റും. ഹല്ലേലൂയ! ഞാൻ നിന്നെ കോടാലിയാക്കി വെച്ചിരിക്കുകയാണ്, ഞാൻ നിന്നെ നിയമമാക്കി വെച്ചിരിക്കുകയാണ്. ദൈവസഭയെ നുണന്നാട്ടെന്ന് ഇന്ന് പോൽക്കാലം രാത്രി ശക്തിപ്പെട്ടാണ്. ഹല്ലേലൂയ! നോക്കുക, ഇവരെ തള്ളിയിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൊല്ലന്മാരെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരൂശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നുവെന്ന് എന്നോട് പറഞ്ഞു. മനസ്സിലായോ? പൊളിഞ്ഞുപോയ, ചുട്ടുപോയ, ഇല്ലാമേ പോയ ആലയം പണിയാൻ കഴിയാതെ ഇങ്ങനെ തല കുലിച്ചിരിക്കുന്ന അനുഭവത്തിൽ ആത്മാവിൽ സക്രിയാവ് കണ്ടുകൊണ്ട് 4 കൊല്ലന്മാർ വന്ന് അവന്മാരെ തള്ളി താഴെയിട്ട് പേടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അളവുനൂൽ കയ്യിലെടുത്തു. മുടങ്ങിയ പണി 18 വർഷമായി പണിയാൻ കഴിയാതെ നിയമങ്ങളുടെ കുരുക്കുകളും നിരാശകളും പോരാട്ടങ്ങളും ഒക്കെ തകർന്നിരുന്ന ആ സമയത്ത് ഈ ദേവദാസൻ വന്ന് ആത്മാവ് കണ്ടു പറയുകയാണ്, അതിനെതിരെ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു, കൊല്ലന്മാരെ അയച്ചവരെ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു. എന്നാൽ ഇനി എടുക്കേണ്ടതെന്നറിയാമോ? അളവുനൂലെടുക്കണം. ഹല്ലേലൂയ! ഇതൊരു ദൈവിക ദൂതാണ്. ദൈവസഭയ്ക്ക് ഇനി അളന്ന് ഇല്ലേ, അങ്കമാലിയിലെ ഇതാ ചരട് എടുത്തുകൊണ്ട് പോകുകയാണ്. അവിടെ ഹല്ലേലൂയ സ്ഥലം അളന്നെടുക്കുക, ദൈവസഭ പണിയാനായിട്ട് അനേക ഇടങ്ങളിലേക്ക് അളവുനൂൽ കൊണ്ട് പോകുന്ന സമയമാണ്. ആത്മാവിൽ ആ ദൂതെന്ന് കണ്ടാട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ! ഇതൊരു സ്റ്റഡിയാണെന്ന് വിചാരിച്ചാൽ തന്നെയും ഇതൊരു ദൂതാണ്. ഞാൻ യെരൂശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറക. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, ദൈവീത് അളക്കാനൊന്നും പോകണ്ട, ഈ അളവുകളൊന്നും അളക്കാൻ പറ്റത്തില്ല, ഈ സ്കെയിലൊന്നും പോലെ അളക്കാനായിട്ട്. ഹല്ലേലൂയ! ഇത് ആ മതിലില്ലാത്ത പള്ളം പോലെ വിശാലമാകാൻ വേണ്ടി പോവുക. ഹല്ലേലൂയ! അല്പസമയം ഒന്ന് ഉല്ലസിച്ചാണ്. ഹല്ലേലൂയ! എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. ഹല്ലേലൂയ! ഈ ദിവസങ്ങൾ സഭകൾ തിങ്ങി നിറയത്തക്ക വേണം. ഹല്ലേലൂയ! ഒരു അളവുകോൽ കൊണ്ട് അളക്കാൻ കഴിയാതെ, ഒരു ആലയത്തിന്റെ ഒരു വർഷിപ്പ് പ്ലേസ് ഉണ്ടാക്കി കഴിയാതെ വേണം അതിനെ അതിജീവിക്കുന്ന വലിയൊരു ഒഴുക്കിലേക്ക് നീങ്ങാൻ പോവുക. ആത്മാവിൽ ഞാൻ കണ്ടു പറയുക, എന്നോട് ഇടപെട്ട വചനങ്ങളാണിത്. നിന്റെ മക്കളെ തോളിൽ എന്തിക്കൊണ്ടുവരും, നിന്റെ പുത്രിമാരെ തോളിൽ കൊണ്ടുവരും, നിന്റെ മക്കളെ അവർ പിടിച്ചുകൊണ്ടുവരും, നിന്റെ ഹൃദയം പിടിച്ച് വികസിക്കും. അവർ പറയും സ്ഥലം പോരാ എന്ന് പറയും. അതേ വിഭാഷണേ, ഞങ്ങൾക്ക് സ്ഥലം പോരാ, ഈ ഹോള് പോരാ, വേറെ ഹോൾ എടുക്കണം, അല്ല വിശാലമായ മൈതാനങ്ങൾ വേണമെന്ന് പറയും. ഇവിടെ ദൂതം പറയുകയാണ്, അളക്കാൻ പോകേണ്ട കാര്യമില്ല, അളക്കാൻ പറ്റത്തില്ല. കാരണം ബാഹുല്യ നിമിത്തം ഇത് മതിലില്ലാതെ തുറന്നു കിടക്കും. എന്നാൽ ഞാൻ ചുറ്റും ഒരു വേലിയും ഒരതിലും വേണ്ട, ഞാനത് ചുറ്റും തീമതിലായിരിക്കും. I will be a wall of fire around them. നമുക്കൊന്ന് ഉല്ലസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ! ഇതൊന്ന് ഏറ്റെടുക്കാൻ സാധിക്കുമോ? മുടങ്ങിക്കിടന്നൊരു പണിയെ പുനരുദ്ധരിക്കുന്ന ഒരു സമുദ്ധാരണത്തിന്റെ പണിയിൽ ദൈവം ഇടപെടുക. ദൈവമക്കളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, പരിമിതികളെല്ലാം മാറ്റിയിട്ട് അളവില്ലാത്തൊരു വലിയ ഉണർവിലേക്ക് ദൈവം നീക്കാൻ ആഗ്രഹിക്കുക. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന
സർവശക്തനൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. സർവശക്തനൻ കൂടെയുണ്ട്. 4 നാളായാലും മിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ ഞാൻ അവർക്ക് ചുറ്റും തീ മതിലായിരിക്കും എന്നുള്ളതുകൊണ്ട് മതിലൊന്നും പണിയണ്ട. അതിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, അതിന്റെ 2-ാം ഭാഗം, നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. അല്ലെങ്കിൽ ഇതിനപ്പുറം ഒരു പ്രൊട്ടക്ഷൻ വേണോ പ്രിയമുള്ളവരെ? ഒരു നിയമ സംരക്ഷണം ഇല്ലെങ്കിലും, നമുക്ക് അനുകൂലമുള്ള ആരുമില്ലെങ്കിലും, ദൈവം തന്നെ ഇറങ്ങി വന്ന് നമുക്ക് ചുറ്റും മതിലായിരിക്കുന്നെങ്കിൽ, അവൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ, നമ്മളെ തൊടുന്നവൻ അവന്റെ കൺമണി തൊടുന്നെങ്കിൽ, ദൈവമക്കളെ ഇതിനപ്പുറം എന്താ നമുക്ക് വേണ്ടത്? ഹല്ലേലൂയ. ഇനി വരാൻ പോകുന്ന ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയിൽ അവൻ തന്നെ ഇറങ്ങാൻ പോവുകയാ, ഒരു വീരനായി ഇറങ്ങാൻ വേണ്ടി പോവുകയാ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഓ, ഇതുവരെ സംഭവിക്കാത്തൊരു ദൈവിക പ്രവൃത്തിയുടെ മുമ്പിൽ നിൽക്കുക. നമ്മൾ ഓരോരുത്തരും വിശ്വാസം നമുക്ക് കാണാം. ഹല്ലേലൂയ. സംഭവിക്കാൻ വേണ്ടി പോവുകയാണത്. ഹല്ലേലൂയ. ഇവിടെ തീർന്നിട്ടില്ല. ഇനി നമുക്ക് ചിന്തിക്കാം. 3-ാമത്തിലേക്ക് വരാം. 3-ാം അധ്യായം. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി അല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ചില മർമ്മങ്ങൾ പറയാം. യെശയ്യാ പോലെ ഈ പ്രവചനം ഭയങ്കര ആഴമാണ്. ഇതിന്റെ ആഴത്തിലേക്ക് കോറിലേക്ക് പോവുകയാണ് പ്രവാചകൻ. ദൈവസഭ എങ്ങനെ പണിതിരിക്കുന്നത്? ക്രിസ്തു വെച്ച് തന്നെ. പിന്നെ അപ്പോസ്തലന്മാരും ഒരുപോലെ പോകണം. ഈ ദൈവിക മർമ്മങ്ങൾ പണ്ട് കാലത്ത് ആർക്കും വെളിപ്പെടുന്നത് ഇപ്പോഴവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും ഒരുമിച്ച് പോകുമ്പോഴാണ് പണി നടക്കുന്നത്. ഞാനിപ്പം ഒരു 60 കൊല്ലമായി ഈ വിശ്വാസ ജീവിതം വന്നിട്ട്, 73 വയസ്സുണ്ട്. 12-ാം വയസ്സിൽ ഇരിക്കപ്പെട്ട 60 കൊല്ലം, 50 വർഷം വേല ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്നൊരു കാര്യം, ഇത് രണ്ടും ഒന്നിച്ച് പോയില്ലെങ്കിൽ ശരിയാവത്തില്ല. വചനവും വേണം, പരിശുദ്ധാത്മാവും വേണം, അപ്പോസ്തലനും വേണം, പ്രവാചകനും വേണം. ഹല്ലേലൂയ. അത് വലിയൊരു ബ്ലെൻഡാണത്. നോക്കുക, ഇവിടെ നമ്മൾ കാണുന്നത് എന്താ നമ്മൾ കണ്ടത്? പ്രവാചകൻ അല്ലെങ്കിൽ സക്രിയാവ് കാണുന്ന കാഴ്ച, മഹാപുരോഹിതനായിരിക്കുന്ന യോശുവായുടെ അടുക്കൽ സാത്താൻ വന്ന് എന്ത് ചെയ്യുക? അപവാദം പറയുക. സാത്താൻ്റെ ജോലി എന്താണ്? അക്യൂസർ എന്നവൻ്റെ പേരിൻ്റെ അർത്ഥം. അക്യൂസർ. സഹോദരന്മാർ, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്ന അപവാദിയെ തലയിട്ട് കളഞ്ഞെന്നാണ് വായിക്കുന്നത്. അപ്പോൾ അവൻ്റെ ജോലി അപവാദം പറയുന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഓർക്കും, കർത്താവ് നമ്മുടെ കർത്താവ് ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നുണ്ട്, നമ്മൾ അവർ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി വാദിക്കും, ഇടത്ത ഭാഗത്ത് അവൻ നമുക്കെതിരെ കേസ് ഫയൽ ചെയ്യും. ഓരോരോ കേസ് കൊണ്ട് ഫയൽ ചെയ്യും, കർത്താവ് തള്ളിക്കളയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം രക്തത്താൽ നമുക്ക് ജയമുണ്ട്. ഇവിടെ വായിക്കുന്നത്, ഇവിടെ സക്രിയ കാണുന്ന കാഴ്ച, ഈ മഹാപുരോഹിതനായിരിക്കുന്ന യോശുവ അവിടെ നിൽക്കുന്നു. അവനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉപവസിക്കാൻ പറ്റുന്നില്ല, മധ്യസ്ഥ അണിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനാ ജീവിതം തകർന്നു. അതുകൊണ്ട് എന്ത് പറ്റുന്നറിയാമോ? വേല അങ്ങ് മുടങ്ങി. ഈ 18 കൊല്ലം പ്രാർത്ഥനയും ആരാധനയും ഉപവാസമൊന്നുമില്ല. അപ്പം മഹാപുരോഹിതനായിരിക്കുന്ന പ്രാർത്ഥനയുടെ, മധ്യസ്ഥതയുടെ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന ഈ യോശുവയുടെ വസ്ത്രം മുഴിഞ്ഞു പോയി. അത് വെച്ച് സാത്താൻ ഇങ്ങനെ അവനെ വല്ലാതെ വിഷമിപ്പിക്കുക. ഇത് വലിയൊരു മർമ്മമാണ്, എന്നോട് ഇടപെട്ട വചനമാണ്. അപ്പം ദൈവത്തിന് കാഴ്ചപ്പെടതല്ല. സാത്താൻ നമ്മളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ദൈവം വന്ന് ഒരാളെ വെച്ച് പറയുകയാണ്, എടാ നീ എന്തായി പറയുന്നത്? ഇവൻ തീന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണ്. അവൻ വസ്തുവിൽ മുഴുവൻ പറ്റിയെങ്കിൽ അവനിപ്പം പണിയിലേർപ്പെട്ടിരിക്കുന്നവനാ. അവൻ ആലയത്തിനകത്ത് നിൽക്കുന്നവൻ, ആലയത്തിന് പുറത്ത് നിന്ന് പണിയുന്നവനാണ്. അതുകൊണ്ട് ദൈവം അത് കണക്കാക്കുന്നില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് സാത്താൻ നമ്മൾ ഒരിക്കലും കബളിപ്പിക്കരുത്. അവൻ അപവാദിയാണ്. സാത്താൻ നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളെ മടുപ്പിക്കുമ്പോൾ നമ്മളെ ഒരിക്കലും അനുവദിക്കരുത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവ സഹോദരിമാരെ, പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാഗൽഭ്യം ഇല്ലാതെ പോകുന്നുണ്ടോ? സാത്താൻ കുറ്റം പറയുന്നുണ്ടോ? ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. പറ, സാത്താനെ, നീയാണ് പാപം തന്നവൻ, നീയാണ് ഇപ്പൊ കുറ്റപ്പെടുത്തുന്നവൻ. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് എനിക്ക് കുറ്റമില്ല. ഹല്ലേലൂയ. നാഗർ സാഹിബിന്റെ പാട്ടുകളൊക്കെ മനോഹരമാണ്. കർത്തനുള്ളം കയ്യിൽ
മറഞ്ഞിരിക്കെ പേയിൻ സൂത്രം എന്നിൽ മുറ്റും വെറുതെ. മല്ലനായുധങ്ങൾ എല്ലാം പൊട്ടിപ്പോം, ഇല്ല ചഞ്ചലങ്ങൾ ധൈര്യമോതുലോ. എൻ്റെ അടിസ്ഥാനം അതു ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ടിപ്പാറയിൽ. ഭയം സംശയങ്ങൾ തീരെ നീങ്ങുവാൻ എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടു താൻ. അതൊരു വള്ളി ഇല്ലാതാകുമോ, പോകയില്ലോ പുള്ളി, സാത്താനെ നീ പോ. ഹല്ലേലൂയ. എടാ പോടാ നീ, ഈ വള്ളിയോ പുള്ളിയോ മാറാത്ത വാഗ്ദത്തം എനിക്കുണ്ട്. ഹല്ലേലൂയ. ബുദ്ധിമുട്ടു കഷ്ടം പെരുകി വന്നാൽ എനിക്കെന്തു നഷ്ടം, ഞാൻ കർത്താവിനാൽ. യേശുദാനൻ സ്വന്തം തൻ്റെ രാജ്യവും എനിക്കുള്ള ഒരംശം അതാരെടുക്കും. എൻ്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉള്ളിപ്പാറയിൽ. അപ്പൊ ഇവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അവൻ മടുത്തു. ദൈവങ്ങളെ, ശത്രു നിങ്ങളിങ്ങനെ വല്ലാതെ പേടിപ്പിക്കുക. ഡോക്ടർ ടോസർ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പിളി വെള്ളത്തിൽ പോയിക്കൊണ്ട് നമ്മൾ കരുതിയിട്ടിരിക്കുക. പൊങ്ങാൻ വയ്യാതെ വെള്ളം, കുറ്റബോധവും നിരാശയും അപകർഷതാബോധവും നമ്മളെ അവൻ കരുതി പ്രാർത്ഥന മുടക്കിക്കളയുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ദൈവം ഒരു കാര്യം ആദ്യം ചെയ്തൊരു പരിപാടി, ദൈവം ദൂതനെ അയച്ച് സാത്താൻ എന്ത് ചെയ്തു? യഹോവ നിന്നെ ഭത്സിക്കുന്നു എന്ന് പറഞ്ഞു. അവന് വേണ്ടി വാദിച്ചു. അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. എന്തൊരു അടുത്ത വാക്യം വായിക്കണം. തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അവന്റെ തലയിലെ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. നമ്മുടെ പണി മുടങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ, പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ 3 കാര്യം സംഭവിക്കണം. 1 ക്ലെൻസിങ്, 2 ക്ലോത്തിങ്, 3 ക്രൗണിങ്. ഹല്ലേലൂയ. മുഷിച്ച വസ്ത്രം മാറ്റി ഉത്സവവസ്ത്രം ധരിപ്പിച്ച് തലയിൽ മുടി വെച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥന വീരരായ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദിവസങ്ങളിൽ ഹല്ലേലൂയ എല്ലാം നിരാശയും ദുഃഖവും കുറ്റബോധവും വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഉത്സവവസ്ത്രം ധരിച്ചവനെ ആരാധിക്കാം. ഓ ഹല്ലേലൂയ. ഉത്സവം ആയിരിക്കുന്ന പുരുഷാർത്ഥ സന്തോഷത്തോടെ നമുക്ക് അവനെ ആരാധിക്കാം. ഹല്ലേലൂയ. ആർപ്പോടെ നമുക്ക് അവനെ സ്തുതിക്കാം. പേടിക്കേണ്ട കാര്യം, ശത്രു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വായിൽ ആർപ്പ് ചിരിയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു ഓടിപ്പോകും. ഹല്ലേലൂയ. ക്ലെൻസിങ്, ക്ലോത്തിങ് ആൻഡ് ക്രൗണിങ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇനിയും പേടിക്കണ്ട. നീ ഇങ്ങനെയൊക്കെ പോകുന്നെങ്കിൽ നിനക്ക് നോക്കിക്കേ, അതിൻ്റെ 6-ാമത്തെ 7-ാമത്തെ 8-ാം വാക്യം, നീ എൻ്റെ വഴികൾ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നതിനിടയിൽ ആഗമനം അനുവാദിക്കുകയും ചെയ്യും. നിനക്കിനിയും ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന ശക്തമാകും. നമ്മുടെ സഭകളിൽ ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നവരെ ബലപ്പെടുത്തണം. ഞാൻ എൻ്റെ സഭയിൽ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രാർത്ഥന ആരംഭിച്ചിട്ട് രാവിലെ 10 മണിക്ക് 2 വരും. അവർ 5 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇത്തരം ബലം കിട്ടുന്നത് പറയുള്ളവർ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ബലം അതാണ്. ഹല്ലേലൂയ. അന്ധകാരം പൂർണ്ണമായിരിക്കുന്ന ഈ ദേശത്ത് വേല ചെയ്യുമ്പോൾ ഞാൻ ഈയൊരു പുസ്തകം വായിച്ചു, ചാൾസ് സ്പർജൻ്റെ കാര്യം. ഞാൻ വിചാരിച്ചത് അദ്ദേഹം പ്രസംഗവീരനാണ്, പ്രീച്ചിക്കുന്നവരായിരുന്നു, പ്രസംഗത്തിൻ്റെ പ്രഭുവാണ്. പക്ഷെ അതിനല്ല, പുള്ളി വലിയ പ്രാർത്ഥനവീരനായിരുന്നു. 2 കാര്യം പറയുന്നു. 1, അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഫാമിലി പ്രെയർ, പ്രസംഗം പോലൊന്നുമല്ല, വളരെ മനോഹരമായ ഫാമിലി പ്രെയർ ഉണ്ട് അദ്ദേഹത്തിന്. 2ാമത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താഴെ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്. അവിടെ എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാത്രമല്ല, അദ്ദേഹം രോഗം സൗഖ്യമാക്കിയവരുടെ എണ്ണം ഹോസ്പിറ്റലിലെ രോഗികളിലേക്കാണ് കൂടുതലായിരുന്നതാണ്. അതുകൊണ്ട് കാര്യം പറയുന്നത് CH കേവലം പ്രസംഗമല്ല, പ്രാർത്ഥനാ ജീവിതം. ഇവിടെ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയ യോശുവയെ ദൈവം സാത്താനെ ഫലിച്ച് മാറ്റി, അവൻ്റെ അകൃത്യം മാറ്റി, മുഷ്വസ്ത്രം മാറ്റി, ഉത്സവസ്ത്രം അണിയിച്ച് അവനെ മുടി തലയിൽ വെച്ച് പ്രവേശനം കൊടുത്തു. 1-ാം ഘട്ടം. ഇനി 4-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് നമുക്ക് ചിന്തകൾ അവസാനിപ്പിക്കാം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. നീ എന്ത് കാണുന്നുവെന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലക്കിൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലക്കിലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്ത് ഭാഗത്ത് 1 ഇടത്ത് ഭാഗത്ത് 1 ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ,
യജമാനനെ ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്ര എന്ന് എപ്പോഴും പറയുന്നൊരു വചനമാണ്. അതിന്റെ പശ്ചാത്തലം പഠിക്കണം. മുടങ്ങിപ്പോയ പണിയുടെ മുമ്പിൽ ആദ്യം പ്രാർത്ഥന ഉദ്ധരിച്ചെടുത്തു. പ്രാർത്ഥന വീരനായ യോശുവയെ ശുദ്ധീകരിച്ച് ഉത്സവം ധരിപ്പിച്ച് മുടി ഒക്കെ തലയിൽ വെച്ച് അല്ലെങ്കിൽ മുടി വെച്ചിട്ട് അവനെ വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് ശക്തനാക്കി. ഇപ്പം പണിയാണ് മുടങ്ങിക്കിടക്കുന്നത്. പ്രശ്നങ്ങൾ കൂടിയതുകൊണ്ട് പ്രശ്നങ്ങൾ പർവ്വതം പോലെയായി. മുമ്പിലൊരു മഹാപർവ്വതം, പണിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പണി നടക്കണമെന്നുണ്ടെങ്കിൽ ഇനി സ്പെഷ്യൽ ഗ്രേസ് ആവശ്യമാണ്. ഒരു ചിത്രം കാണിച്ചു കൊടുത്തു. അതൊന്നും വ്യാഖ്യാനിക്കുന്ന സമയം എടുക്കത്തുമില്ല. ഒരു നിലവിളക്കാണ്. നമുക്ക് നിലവിളക്ക് സഭയെ കാണിക്കുന്നു. ആ നിലവിളക്കിൻ്റെ 7 കവലങ്ങളിലേക്ക് നമുക്കറിയാം അതിനകത്ത് എണ്ണ ഒഴിക്കണം. ഒലിവ് ഇടിച്ച് പിഴിഞ്ഞ് അത് തെളിച്ചെടുത്ത് പുരോഹിതനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. തിരി അത് ഉണങ്ങിപ്പോകാതെ അല്ലെങ്കിൽ അത് കേന്ദ്രി മാറ്റി എപ്പോഴും അതിങ്ങനെ ഫ്രഷാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് മഹാപുരോഹിത ശുശ്രൂഷയാണത്. എങ്കിലേ ആ വിളക്ക് കെടാതിരിക്കത്തുള്ളൂ. അപ്പോൾ സഭയാകുന്ന ഈ ദീപം കെട്ടുപോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ശുശ്രൂഷ ആവശ്യമാണ്. പക്ഷേ ഈ പശ്ചാത്തലത്തിൽ ദൈവം ഒരു പുതിയ പരിപാടി ചെയ്തു. ഒന്ന് നോക്കാമോ? ഒന്ന് നോക്കിയേ, എന്താ കണ്ടത്? ഒന്ന് വായിക്കാമോ? മുഴുവനും പൊന്നുകൊണ്ടുള്ളൊരു വിളക്ക് തണ്ടും, 2-ാം അധ്യായം 2-ാം ഭാഗം, മുഴുവനും പൊന്നുകൊണ്ടൊരു ഒരു വിളക്ക് തണ്ടും, അതിന്റെ തലക്കൽ ഒരു കുടവും. അപ്പൊ ഒരു വിളക്ക് തണ്ട്, അതിന് മുകളിൽ ഒരു കുടം, അതിന്മേൽ 7 വിളക്കും, അതിന്മേൽ 7 വിളക്കുണ്ട്. അതിന്റെ തലക്കിലുള്ള 7 വിളക്കിന് 7 കുഴലും. അപ്പൊ ഓരോ വിളക്കിനും ഓരോ കുഴല്. അതിനരികെ കുടത്തിന്റെ വലത്ത് ഭാഗത്ത് ഒന്നും ഇടത്ത് ഭാഗത്ത് ഒന്നും ഇങ്ങനെ 2 ഒലിവ് മരവും. ഞാൻ നിങ്ങൾ വല്ല ഗൂഗിളിൽ അടിച്ചാൽ ഒരു പിക്ചർ ഇട്ട് വരിക്കാം. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ വിളക്കിന്റെ പ്രത്യേകത, ഇത് 7 കവരമുണ്ട്, 7 വിളക്കുണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ ഒരു കുടമുണ്ട്. ആ കുടത്തിൽ 2 വശത്ത് പൈപ്പിൽ വന്ന് ഈ ഒലിവെണ്ണ വീഴുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് വേറെ പൈപ്പ് വെച്ചിട്ട് ഈ ഓരോ വിളക്കിലേക്കും ഒഴുകുക. ഇപ്പുറത്ത് 2 ഒലു വൃക്ഷങ്ങളുമുണ്ട്. നോക്കിയേ, ഇത് ഓട്ടോമാറ്റിക് ആയിട്ടൊരു ഫങ്ഷനിങ്ങാണ്. ഇവിടെ ഇടയ്ക്ക് ആരും ആവശ്യമില്ല. ഒലുമരം വളർന്നു വന്ന് ഒലുമരത്തിലെ ഒലുകായ്കൾ പാകമായി അത് തന്നെ സ്വയമായിട്ട് ഒലുവെണ്ണ അരിച്ചെടുത്ത് ഈ കുടത്തിലേക്ക് ഒഴുകുന്നു. അവിടെ നിന്ന് അത് ഓരോ കവരത്തിലേക്കും പൈപ്പിലൂടെ പോകുന്നു. അപ്പം ഇടതടവില്ലാത്ത ആത്മാവിൻ്റെ ഒഴുക്കാണ്. മനസ്സിലായോ? ഇവരുണ്ടാകാത്തൊരു ആത്മപകർച്ച നിയമസഭയ്ക്കകത്ത്. ഹല്ലേലൂയ. മാനുഷികകരം തൊടാതെ വളർന്നു വന്ന 2 ഒലിവുതൈകളിൽ നിന്ന് പഴുത്തു വന്ന് സ്വയം അത് അല്ലെങ്കിൽ ഒലിവ് എണ്ണയായി വന്ന് കുളത്തിൽ വന്ന് വീണ് അതിൽ നിന്ന് പൈപ്പ് വഴി വന്ന് നിരന്തരം കത്തുന്ന ഒരു പരസഹായമില്ലാതെ കത്തുന്ന ഒരു കവല വിളക്ക്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ ഒഴുക്ക് വരുമ്പോൾ ഹല്ലേലൂയ, സൈന്യവും വേണ്ട, ശക്തിയും വേണ്ട, എൻ്റെ ആത്മാവിനാൽ ഞാൻ പണിയും. സഭയ്ക്കകത്തോട്ട് ഒഴുക്ക് വരുമ്പോൾ മഹാപുരോഹിതൻ മുഷ്ടിവസ്ത്രം മാറി പ്രാർത്ഥന മുറിയിൽ കയറി അവന് ഹല്ലേലൂയ ദിവസതി ഉല്ലാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നതിന് മുമ്പിൽ ഒരു തടസ്സവുമില്ല. മഹാപർവ്വതങ്ങൾ സൗമ്യമായി മാറുക. കാരണം അവർക്ക് വേണ്ടി ആ വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുകയാണ്, ഭാരത സഭയിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ആത്മപകർച്ച ഉണ്ടാകട്ടെ. ഇതിനെ വിഭാവനം ചെയ്യാൻ കഴിയാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ ഇതിനുണ്ടാകാത്ത ആത്മപകർച്ച. ഹല്ലേലൂയ ഹല്ലേലൂയ. നേരിട്ട് ഒലുതയിൽ നിന്ന്, നേരിട്ട് ഒരു മരത്തിൽ നിന്ന് ഹല്ലേലൂയ പരസഹായം കൂടാതെ ആ എണ്ണ ഒഴുകുന്ന അനുഭവം. ഹല്ലേലൂയ. ഓ ദൈവസഭയുടെ ഓരോ കവരങ്ങളിലും അത് കത്തുമ്പോൾ ഹല്ലേലൂയ ഈ പണി മുന്നോട്ട് പോകുക. അങ്ങനെ പോകുമ്പോൾ ഇതാ സെരുബ്ബാബേൽ പിന്നെയും അവൻ്റെ കയ്യിലെ ഹല്ലേലൂയ അവൻ്റെ കയ്യിലെ കത്തിയെടുത്തു, അല്ലെങ്കിൽ പണിയായുധം എടുത്തു, അവൻ കല്ലെടുത്തു, അവൻ കൃപയൊന്ന് ആത്തോട് ആണിക്കല്ല് കയറ്റുക. ഹല്ലേലൂയ. അവൻ തൂക്കടിച്ച് പണിയുക. പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കില് വചനമായ തൂക്കണ്ട വെച്ചുകൊണ്ട് അവൻ കൃപയൊന്ന് ആർത്തുകൊണ്ട് പണിയുക. ഒന്ന് ആത്മാവിൽ ഉല്ലസിക്കുമോ പ്രിയമുള്ളവരെ? ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. ഒന്ന് എഴുതി നിൽക്കാമോ? ഭാരത സഭയിൽ ഭാരതദേശത്ത് വചനപ്രകാരമുള്ള ഉണർവിലേക്ക് നീങ്ങുന്ന സമയങ്ങളാണ്. അത് നമ്മുടെ ആരുടെ മനുഷ്യകാരം കൊണ്ടൊന്നുമല്ല, കൈകൊണ്ട് എടുത്ത് പിഴിഞ്ഞ് ഒഴിക്കുന്ന എണ്ണയല്ല, നേരിട്ട് സപ്ലൈ ചെയ്യുന്ന ആ മരത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധ പകർച്ചയാണ്. സൈന്യവുമല്ല, ശക്തിയുമല്ല, അവന്റെ ആത്മാവിനാൽ. ഓ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.